സംക്രമഗീതയുണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ദേശപ്പെരുമയുടെ ആദ്യ പ്രകാശനം 2022 മെയ് 28-ാം തീയതിയായിരുന്നു. അതിനുശേഷം 3 വർഷവും മാസങ്ങളുമായി ഇത്രയും കാലത്തിനിടയിൽ നിരവധി പേര്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾ, ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രൈമറി സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ, പ്രവാസികൾ, ഇങ്ങനെ നിരവധി പേര് പുസ്തകം കിട്ടിയില്ല എന്ന ആവലാതിയുമായി എന്നെ സമീപിക്കുകയുണ്ടായിരുന്നു. അതിനിടയിൽ പുസ്തകത്തെ പറ്റി ധാരാളം നല്ല അഭിപ്രായങ്ങളും കടുത്ത വിമർശനങ്ങളും ഉണ്ടായി. വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ രചനാത്മകമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, ശരിക്കും നശിപ്പിച്ചു കളയണം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല. അവിടെ നേരെ വൈകിയ വേളയിൽ ഇവിടെ MLA ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ തിരക്ക് പിടിച്ചു നിൽക്കുകയാണ്. അധികം പറയുന്നില്ല. എന്തായാലും അതിനെയൊക്കെ നേരിടാൻ കഴിഞ്ഞു. അതിനുശേഷം കുറെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് 2ാമത്തെ എഡിഷനാക്കി ഇത് പ്രകാശനം നടത്തുകയാണ്. തിരുത്തുകൾ ഉണ്ടായിട്ടുണ്ട് കുറെ, അതുപോലെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം സ്വീകരിച്ച പോലെ തന്നെ ഇതും സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്ന സുഹൃത്തുക്കൾ, വളരെ ദൂരെ നിന്നെല്ലാം വന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ സ്നേഹ ബന്ധത്തിൻ്റെ പേരിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, വേദിയിലുള്ള ആദരണീയരായ നേതാക്കൾക്കും ഒന്നുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. തിലേരി ഗോവിന്ദ മാഷയുടെ ഏറാമലയുടെ ചരിത്രവഴികൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം 2022 മെയ് മാസമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മെയ് മാസത്തിൽ കൊട്ടാട്ടേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഏറാമലയിലെ ജനാവലിയും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പ്രായം ചെന്ന അമ്മമാരുൾപ്പെടെയുള്ള വലിയൊരു സദസ്സിനാണ് നമ്മളെന്നൊക്കെ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവങ്ങളായിട്ടുള്ള ഒരു പുസ്തക പ്രകാശനമായിരുന്നു അത് നടന്നത്. ആ പ്രകാശനത്തോടനുബന്ധിച്ച് അദ്ദേഹം രചിച്ച ഏറാമലയുടെ ചരിത്രവഴികൾ എന്ന പുസ്തകത്തിൻ്റെ അന്ന് 2000 കോപ്പിയായിരുന്നു സംഘാടക സമിതി അന്ന് പുറത്തിറക്കാൻ തീരുമാനിച്ചത്. പുസ്തക പ്രകാശനത്തിന് മുമ്പേ തന്നെ 2000 കോപ്പി പൂർണ്ണമായും വിറ്റഴിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും 500 കോപ്പി അടിച്ച് അത് പൂർണ്ണമായും എത്തേണ്ട കൈകളിലേക്ക് എത്താത്തത് കൊണ്ടാണ്
അതിലുള്ള ചില പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി പുതുതായി ഗോവിന്ദൻ മാഷ് ഇങ്ങനെ ഒരു ദേശപ്പെരുമ 2ാം പതിപ്പിനെ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നു. തില്ലേരി ഗോവിന്ദൻ മാഷെ പറ്റി പറയുമ്പോൾ ISO പ്രസ്ഥാനത്തിലൂടെ മടപ്പള്ളി കോളേജിൽ യുവജന വിദ്യാർത്ഥി സംഘടന നേതാവായി പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം പുറമേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. അവസാന ഘട്ടത്തിൽ നമ്മുടെ പ്രമുഖ സോഷ്യലിസ്റ്റായിട്ടുള്ള കെ കുഞ്ഞിരാമക്കുറുപ്പിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിൽ അദ്ദേഹം അവിടെ അധ്യാപകനായി ജോലി ചെയ്യുന്നിടക്കാണ് വിദേശത്ത് പോവുകയും അതിനുശേഷം പൂർണ്ണമായും വിദേശത്ത് വന്നതിന് ശേഷം ഏറാമലയിലെ പൊതു വിഷയങ്ങളിലും സീറ്റൊക്കെ പോലെയുള്ള സംഘടനയുടെ തലപ്പത്ത് വരികയും കൊട്ടാട്ടരി എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതുപോലെ തന്നെ AP കുഞ്ഞിക്കണ്ണ മാഷുടെയൊക്കെ കൂടെ ഈ പഞ്ചായത്തിലെ പൊതു വിഷയങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഇന്ന് ഇതിൻ്റെ 2ാം പതിപ്പ് ഇവിടെ പ്രകാശനം നടത്തുകയാണ്. നേരത്തെ തില്ലേരി പറഞ്ഞു ചില പ്രയാസങ്ങളൊക്കെ ആ കാര്യത്തിൽ അന്നത്തെ പുസ്തക പ്രകാശനത്തിൽ കുറേ ആളുകളെ ചേർത്ത് പിടിക്കേണ്ട ആളുകളെ ചേർത്ത് പിടിക്കാനും അതുപോലെ തന്നെ ചില തിരുത്തലുകൾ വരുത്തേണ്ട ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളെടുത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെടുത്തും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചുകൂടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം കൂടുതൽ അറിയാൻ വേണ്ടി ഈ പുസ്തകം ഉപകാരപ്പെടും എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ 2ാം പതിപ്പ് ഇവിടെ ചെറിയ പരിപാടിയാണ് സംഘാടകർ ഇത് ഉദ്ദേശിച്ചത്. കാരണം നമ്മളെ വലിയൊരു പരിപാടിക്ക് 2ാം പതിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചെറിയ ഒരു പരിപാടി വെച്ചുകൊണ്ട് നടത്തണമെന്നായിരുന്നു സംഘാടകർ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം അന്നത്തെ ഈ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചെറുതാണെന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ 2ാം പതിപ്പ് ഇവിടെ നടത്തുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട MLAക്ക് മറ്റൊരു പരിപാടി അത്യന്തായി എത്തുന്നതുകൊണ്ട് സ്വാഗതം പറയുക എന്ന കടമയിലേക്ക് ഞാൻ നടക്കുകയാണ്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ മെമ്പറും ഇപ്പോൾ നാളികേര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട TK രാജമാഷാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തക പ്രകാശന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ജോയിന്റ് സെക്രട്ടറിയും ഏറാമല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള KDC ബാങ്കിൻ്റെ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ മനയത്തിൽ ചന്ദ്രൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം നടത്തുന്നത് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, നമ്മളെ ഏറെ ആദരിക്കപ്പെടുന്ന, നമ്മുടെ നാട്ടുകാരന് നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ KK കുറുപ്പ് സാറാണ്. അദ്ദേഹത്തെ ഏറാമലയ്ക്ക് വേണ്ടി ഈ പൗരാമലയ്ക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് വടകരയുടെ പ്രിയപ്പെട്ട MLA ബഹുമാനപ്പെട്ട KK രമ യാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തിൻ്റെ ആദ്യ വിൽപ്പന നടത്തുന്നത് കുഞ്ഞപ്പ നമ്പ്യാരാണ്, കല്ലേരി. ആദ്യ വിൽപ്പന നടത്തുന്നത് ഏറാമല പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ MK ഭാസ്കർ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കുഞ്ഞപ്പ നമ്പ്യാർ, കല്ലേരി. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തെ പരിചയപ്പെടുന്നത് തില്ലേരി ഗോവിന്ദൻ മാഷുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കണ്ണോത്ത് കൃഷ്ണൻ കഥാകൃത്താണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗ്രന്ഥകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേലാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പരിപാടിയിൽ മുഖ്യ അതിഥികളായി സംസാരിക്കുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വടകര സഹകരണ ആശുപത്രിയുടെ ചെയർമാനായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ആർ ഗോപാലട്ടനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ പരിപാടിയിൽ എത്തിച്ചേർന്നത് പറമ്പത്ത് പ്രഭാകരനാണ്. ചേറാമല പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് EP ദാമോദരൻ മാഷാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രഭാകർ മാഷ് നമ്മുടെ നാട്ടുകാരൻ, നമുക്കൊക്കെ ഏറെ സ്നേഹത്തോടെ നമ്മൾ കാണുന്ന ഉജ്ജം പ്രഭാകരൻ മാഷ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ENK ശശീന്ദ്രൻ മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാലചന്ദ്രൻ പാറച്ചോട് ദേശീയ അധ്യാപക പുരസ്കാര ജേതാവാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. TK വാസു മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MK കുഞ്ഞിരാമൻ മാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷയായിട്ടുള്ള ഷക്കീല ടീച്ചറായിരുന്നു. അദ്ദേഹം പനിയായ സ്ഥലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഈ നടപടികൾ, പുസ്തക പ്രകാശനത്തിൻ്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി TK രാജമാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ അധ്യക്ഷസ്ഥാനത്തെത്തിയത് ഗോവിന്ദ മാഷയുടെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഡൽഹിയിലുള്ള MLA ശ്രീമതി രമ, അതുപോലെ നമ്മുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ഓഫീസർ, ഡൽഹിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ളവരെ, ഡൽഹിയുടെ 2ാമത് എഡിഷനാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യത്തെ പുസ്തകത്തിലുള്ള ചില പോരായ്മകൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് 2ാമത്തെ പതിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമ്പുഷ്ടമായ ഒരു പുസ്തകമാണ്. ഇപ്പോൾ രാമലയുടെ ചരിത്രം ഇവിടെ പ്രകാശനം ചെയ്യുന്നു. നമ്മുടെ മേഖലയിലെ നേരത്തെ സന്തോഷ് സ്വാഗതം പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുകളെ വേദിയിൽ വന്നിരിക്കാം. അധ്യക്ഷന്റെ തരത്തിൽ ബാലേന്ദ്ര മാഷുണ്ട്, ശശീന്ദ്ര മാഷുണ്ട്. അവിടെ വന്ന് വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പടം ഇങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈ ഏറാമലയുടെ ചരിത്രം എന്ന് പറയുന്നത് ഏറാമലയുടേത് മാത്രമല്ല, കേരളത്തിൻ്റെയും അതുപോലെ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ. അത് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഞാനത് ദീർഘമായി അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല, കാരണം എല്ലാവർക്കും തിരക്കിൻ്റെ ഒരുപാട് നേതാക്കന്മാരും. പക്ഷേ ചില വിഷയങ്ങളെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ തോന്നി ഞാനൊന്ന് ഷെയർ ചെയ്യാം, പങ്കുവെക്കുക. അപ്പോൾ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ഇനി എത്ര കാലം പോകും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നമ്മളിപ്പോൾ ജീവിക്കും. അപ്പോൾ ഇന്നത്തെ നിലയിൽ നിന്ന് ഇനി വീടുകളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റിമോട്ട് മുഖേന ചെയ്യാൻ കഴിയും. കേബിൾ എന്ന് പറയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ താക്കോലിന് വേണ്ടി വരില്ല. അതൊക്കെ വളരെ അടുത്ത് തന്നെ മാറും. പഴയകാലത്തെ ഡിജിറ്റൽ രൂപത്തിൽ ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് അച്ഛനത്ര എക്സ്പെർട്ട് ആയിരിക്കില്ല, അവിടെ പൈസ പോയി പോകും, അതിന് നിൽക്കണ്ട എന്നാണ് എൻ്റെ മകൻ പറഞ്ഞത്, IT-കാരൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ പോകുന്നു. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2025 നിൽക്കുന്നത്. 2050 ആകുമ്പോഴേക്ക് ഇന്നത്തെ അമേരിക്കയുടെ ഒരു സാഹചര്യത്തിലേക്ക് കേരളവും പോകും. കാലിഫോർണിയയിൽ ഇപ്പോൾ ഡ്രൈവറില്ലാത്ത കാറാണ് പോകുന്നത്.
ഈ ദേശീയപാതയിലൂടെ അത്തരം കാറുകൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാം ഡിജിറ്റൽ മേഖലയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം കമ്പ്യൂട്ടർ ഇനി വേണ്ടി വരില്ല. അതിൻ്റെ നമ്മളെ ടാപ്പ് കാർഡ് പോയി, CD പോയി, എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു യുഗത്തിലേക്കാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ പഴയ തലമുറയും പുതിയ തലമുറയും എല്ലാം തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും അതുപോലെ തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ മതേതര മൂല്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് വായിച്ചപ്പോൾ ശിവ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 3 ഭഗവതിമാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് 2 ആളുകൾ മാത്രമേ മണിയൂരിലും കോട്ടയപ്പുറത്തും മാത്രമേ എത്തിച്ചേർന്നുള്ളൂ. ഒരു മാസ പുസ്തകത്തിലുള്ളതാണ് ഈ പറയുന്നത്. ഒരു ഭഗവതി ഇവിടെ ഇങ്ങനെ എത്തിപ്പെടാത്തൊരു സാഹചര്യം വന്നു. അവര് കുഞ്ഞിപ്പള്ളിയിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. കുഞ്ഞിപ്പള്ളിയിൽ പോയിട്ട് ഇവിടുന്ന് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഒരു എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് അവർ ഭഗവതി. ഇവിടുത്തെ ഒരു കുളത്തിൽ വെച്ച് അതിസുന്ദരിയായ ഒരു യുവതി കുളിക്കുന്നത് കണ്ടു. അപ്പോൾ ആരാണ് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ വേറൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് ഈ സ്ത്രീ കുളിക്കുന്നത് കണ്ടത്. അവരോട് ഈ യാഥാർത്ഥ്യം ഭഗവതി സൂചിപ്പിച്ചു. അങ്ങനെയാണ് ഈ പുറക്കാട്ടയിലെ ഭഗവതി ഇവിടെ എത്തിച്ചേർന്നതാണ് ഐതിഹ്യം. അത് മുസ്ലിം തറവാടിൻ്റെ ആളുകളാണ് ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചത്. അതിൻ്റെ ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇപ്പോഴും ഇവിടെ താലപ്പൊലി മഹോത്സവവും ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായവുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു പ്രദേശമാണ്. ഭഗവാന്മാരുടെ കാലത്തും ഭഗവതിമാരുടെ കാലത്തൊക്കെ തന്നെ ഉള്ള ഒരു ചരിത്രമാണ് മാഷ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഞാൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അത്യാവശ്യം എല്ലാ ഭാഗവും വായിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അതുപോലെ നമ്മുടെ ഈ സാമൂഹ്യ പുരോഗതിക്കുമെല്ലാം വേണ്ടി നിന്ന ഒരു പ്രദേശമാണ് കറാമലി. അതിൻ്റെ ചരിത്രമാണ് ഗോവിന്ദ മാഷ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സീനിയറായിരുന്നു ഗോവിന്ദ മാഷ്. അന്നേ അറിയപ്പെടുന്ന ആളായിരുന്നു പുറമേരി ഹൈസ്കൂളിൽ. ഇതിൽ ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിയുടെ സ്ഥാനത്തേക്ക് മത്സരിച്ചു വന്ന് ഞാനൊക്കെ ഒരു പ്രൊഫസറൊക്കെ കൊടുത്ത് നടത്തുന്ന കാലത്ത് തന്നെ നേതാവായി നടന്ന ഒരു ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു ഗോവിന്ദ മാഷ്. ആ അടുപ്പം പിന്നീട് ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടിന് നൽകിയ ഒരു സംഭാവന എന്ന നിലയിൽ, ശ്രദ്ധേയമായ സംഭാവന എന്ന നിലയിൽ എൻ്റെ ഈ എളിയ ഒരു പ്രവർത്തകൻ്റെ അഭിനന്ദനം കൂടി അറിയിക്കുന്നു. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പ്രകാശനം ഡോക്ടർ KKN കുറുപ്പിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഗ്രാമീണ രത്നങ്ങളിൽ ഒന്നാണ് കുറുപ്പ് സാറ് എന്നാണ് എൻ്റെ ടീച്ചറാണ് ഞാൻ പറഞ്ഞത്. പറയുന്നത് പഠിച്ചതായിട്ടുള്ള ഇതുവരെ വന്നിട്ടില്ല. കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് പുസ്തകം എഴുതിയ ആളാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. എനിക്ക് തന്നെ നേരിട്ടറിയാം. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വേദികളിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും പിന്നെ പുസ്തക പ്രകാശനം ചെയ്യാൻ ഡോക്ടർ KKN കുറുപ്പിനെയും അത് ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയങ്കരായ MLA ക്ഷണിക്കും. നമ്മുടെ ഒക്കെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ നാടിൻ്റെ പ്രിയപ്പെട്ട ചരിത്രകാരൻ പതിമൂന്ന് വയസ്സാണ് സാർ, ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ KKN ഡോക്ടർ ഈ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മനയത്തെ ചന്ദ്രൻ അവർ, നമ്മുടെ തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ട അവിടെ ഗംഭീരമായ ഒരു സദസ്സാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്ന ഉദ്ഘാടന പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ പ്രൊഫസറിൻ്റെ പ്രസംഗമുണ്ട്. അതൊക്കെ വിശിഷ്ട വ്യക്തികളൊക്കെ സംസാരിക്കാണ്. അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോവേണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് സംസാരിക്കേണ്ടി വന്നത്.
രണ്ടാമത്തെ ഈ പുസ്തകത്തിൻ്റെ നേരത്തെ പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തതാണ്. വളരെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ദേശപ്പെരുമയാണ്, ദേശത്തിനെ സംബന്ധിച്ചുള്ള നിരവധി വിവരങ്ങൾ അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകം കൂടിയാണ്. അന്ന് വി കെ തിരുവോത്തിൻ്റെ ഒരു നല്ല അവതാരികയോടുകൂടിയാണ് ഈ പുസ്തകം ഉള്ളത്. വി കെ തിരുവോത്ത് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പം അങ്ങനെ ഈ നാടിനെ അറിഞ്ഞിരിക്കേണ്ട നിരവധി വ്യക്തികളെക്കുറിച്ച്, ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗങ്ങളെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, നമ്മുടെ മറ്റ് പല മൂല്യങ്ങളുമൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഗോവിന്ദൻ മാഷ് ഒരു രചന നടത്തിയിരിക്കുന്നത്. അറിഞ്ഞിരിക്കേണ്ട, പഠിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അത് വായിച്ച ഒരാളിന് ഏറ്റവും നല്ല പുസ്തകമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ധാരാളം അറിവുകൾ, അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഞാനൊന്നും ഇവിടേക്ക് വന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ആ പുസ്തകത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തനത്തിന് ഒരുപാട് പ്രയോജനകരമാണ്. ചേട്ടൻ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇനിയും നമ്മുടെ നാടിനുണ്ടാകട്ടെ. മാഷ് പറഞ്ഞ പോലെ പുസ്തകമൊക്കെ ഇനി എത്ര ആളുകൾ എത്ര കാലം വായിക്കുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പുസ്തകത്തിന് എപ്പോഴും താല്പര്യമില്ലാത്ത തലമുറകളെ നമുക്ക് കാണാൻ, വായിക്കാൻ ഇഷ്ടമില്ലാത്ത തലമുറകളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. എല്ലാവരും ഈ മൊബൈലിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് സമയത്തൊക്കെ ഇത്തരം പുസ്തകങ്ങളൊക്കെ വളരെ വിലമതിക്കേണ്ടതാണ്. അത്തരം പുസ്തകങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ ബാലേന്ദ്രൻ മാഷൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളെ മാഷ് നേരത്തെ ചെമ്പ്ര സ്കൂളിൽ നമ്മുടെ നാട്ടുകാരനായിരുന്നു, നടുവണ്ടൂരിലെ മാഷായിരുന്നു ബാലേന്ദ്രൻ മാഷ്. മാഷ് എനിക്ക് അങ്ങനെ ഇവിടെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അപ്പം ഗോവിന്ദ മാഷുമായിട്ട് ഏറ്റവും അടുത്ത ആളാണെന്നാണ് മാഷ് പറയുന്നത്. അപ്പം അതെന്തായാലും വരാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് വിശിഷ്ടരായ ആളുകളെ ഇവിടെ കാണാൻ സാധിച്ചു എന്ന സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ പുസ്തകത്തിൻ്റെ ഈ പരിപാടിക്കും എല്ലാവരുടെ ആശംസകളും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്നേഹം. നമ്മുടെ എല്ലാം ബഹുമാന്യനായ മലയാള ചരിത്രത്തിൻ്റെ ജനകീയ മുഖം നൽകാൻ സമർപ്പിതമായ ഒരു മനസ്സിൻ്റെയും എഴുത്തിൻ്റെയും ആചാര്യൻ കെ ഗുരു, പുസ്തകം ഏറ്റുവാങ്ങിയ കെ രമ MLA, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യവഹരിക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ കടന്നു വന്ന വഴികളിൽ സ്ഥാപിക്കപ്പെട്ട സുഹൃബന്ധത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ദേശപരിമ എന്ന പുസ്തകം നമ്മുടെ നാടിൻ്റെ കണ്ടെത്താൻ കഴിയാത്ത രഹസ്യങ്ങളുടെ ചുരുൾ അഴിച്ചു വിട്ടുകൊണ്ടാണ് അതിൻ്റെ രചനയും പ്രസാദനവും നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ പതിപ്പ് 2000 കോപ്പി പ്രകാശന ചടങ്ങിൽ തന്നെ വിറ്റഴിക്കപ്പെട്ടു എന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രസാദക ചരിത്രത്തിൽ റെക്കോർഡിട്ട ഒരു സംഭവമായി. ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഡാർക്കോഡിസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ പ്രബല നിയമം കണ്ടെത്തുന്നതിലേക്ക് ഒരു വസ്തുവിന്റെ ഭാരം, അതിന്റെ മാസ്, പിണ്ഡം, ഇതൊക്കെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? സ്വർണത്തിൽ ചെമ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള കാര്യം നടക്കാം. ആർക്കവിടെ തലമുകളിന് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം വലം നടക്കുകയാണ്. അവസാനം കുളിമുറിയിൽ ഒരു വലിയ പാത്രത്തിൽ അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ അത്രയും പിണ്ഡമുള്ള വെള്ളം പുറത്തേക്ക് പോയപ്പോൾ ആ സത്യം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നഗ്നനായി ഓടുകയാണ്. യുറേക്ക എന്ന് പറഞ്ഞു കണ്ടെത്തി. ആ രഹസ്യം അദ്ദേഹം കണ്ടെത്തി, അതിന്റെ ഫോർമുല അദ്ദേഹം കണ്ടെത്തി. അതുപോലെയാണ് തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരുന്ന
ഈ നാട്ടിൽ പലർക്കും അറിയാത്ത ആ രഹസ്യങ്ങളുടെ കലവറ തുറന്നുകൊണ്ട് ഈ പുസ്തകത്തിലൂടെ യുറേക്ക കേരളി ഫോർക്കാട്ടയിലൂടെ ഏറാമലയുടെ നമ്മുടെ നാടിന്റെ ചരിത്രം ആർക്കൗഡീസ് വിളിച്ചു പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിലൂടെ യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നത്. സ്വാഭാവികമായും പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ വലിയ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജമാഷ്ടർ സൂചിപ്പിച്ച ഒരു പുസ്തകം മരിക്കുന്നു, വായന മരിക്കുന്നു എന്ന ഒരു പ്രഹേളികയായി നമ്മുടെ മുമ്പിലുണ്ട്. മാഷ് വളരെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. ഈ പുസ്തകം ആളുകളിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നു. ഈ പുസ്തകത്തെ കുറിച്ച് മാത്രമല്ല, പുസ്തകങ്ങളുടെ ലോകത്തെ സംബന്ധിച്ചു. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറി എന്നൊരു വലിയ മഹാസംഗമം ഡൽഹിയിൽ നടന്നിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അതിൽ പങ്കെടുത്തു. അതിന്റെ തീമിന്റെ സംഗ്രഹം ഇവിടെ പറയുന്നുണ്ട്. 1 നേഷൻ 1 റിലീജിയൻ, ഒരു രാഷ്ട്രം ഒരു മതം. A nation 1 പൊളിറ്റിക്കൽ പാർട്ടി, ഒരു രാജ്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അതുപോലെ അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയത്തിന്റെ ക്രോഡീകരണം സർക്കാർ തലത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട മുദ്രാവാക്യം 1 നേഷൻ 1 ഡിജിറ്റൽ ലൈബ്രറി എന്നായിരുന്നു. വായന അധികാര കേന്ദ്രങ്ങളുടെ ഉരുക്കുമുഷ്ടി ഞെരിഞ്ഞമർത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഗൂഢാലോചന ഈ വർത്തമാനകാല പരിസരം നമുക്ക് നൽകുന്നുണ്ട്. അതൊരു വലിയ ഭീഷണിയാണ്. ചരിത്രത്തെ തമസ്കരിക്കാൻ, പുസ്തകങ്ങളെ തമസ്കരിക്കാൻ, എന്തിനേറെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ തലവനായിരുന്ന മഹാത്മാഗാന്ധി ഡോക്ടർ രാം മനോഹർ ലോഹിയ കഴിഞ്ഞ അദ്ദേഹം മരിക്കുന്നതിനും അദ്ദേഹം പറയുകയുണ്ടായി, ഈ നൂറ്റാണ്ട് 2 അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊരു നശീകരണത്തിന്റെ പ്രതീകമായ ആറ്റം ബോംബും മാനവികത പ്രതീകമായ മഹാത്മാഗാന്ധിയുമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ലോഹി പറയുകയാണ്, അടുത്ത നൂറ്റാണ്ട് ഇതിൽ ഗാന്ധിജിയെ തെരഞ്ഞെടുക്കുമെന്ന്. ആ ഗാന്ധിജിയുടെ പേര് പോലും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചരിത്ര ഗവേഷണ കൗൺസിൽ സാറുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് 2014 മെയ് മാസം 26-ാം തീയതി പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയ ശേഷം എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്തിലെ ഏറ്റവും പൗരാണികമായ ചരിത്രം, സംസ്കാരം നിലവിലുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നാളെ വാക്കുകൾക്ക് വിലക്ക് വെക്കാൻ, അക്ഷരങ്ങൾക്ക് ചതിക്കുടി എടുക്കാൻ ഭരണകൂട സംവിധാനങ്ങൾ ഒരുങ്ങുമ്പോൾ അതിനായിട്ടുള്ള വലിയൊരു സമരായുധമായി പുസ്തകങ്ങളും വായനയും മാറണം. ഈ നാടിന്റെ ചരിത്രം അത് ചെറുകാല ചരിത്രമല്ല, ഉത്ബുദ്ധമായ വളരെ പ്രചരണശേഷിയുള്ള ജാഗ്രതമായ ഒരു ചരിത്രമുള്ള മണ്ണാണ് ഈ ഏറാമല. മതസൗഹാർദ്ദത്തിന്റെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജാതിചിന്തക്കും അതുപോലെ മതചിന്തകൾക്കും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും താക്കീത് നൽകിയ മഹത്തായ ഒരു മണ്ണിന്റെ ചരിത്രമാണ് ഓരോ വരികളിലും തെളിഞ്ഞിവിടെ കണ്ടെത്തുന്നത്. ഇതെല്ലാവരിലേക്കും എത്തണം. എല്ലാം വായിക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളും വായിച്ച് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കണ്ടെത്തി പുതിയ തലമുറക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് ആ ഒരു വലിയ ദൗത്യമാണ് ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ എല്ലാ അർത്ഥത്തിലും ആദരിച്ചുകൊണ്ട് ഈ
പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അക്ഷര അഭിവാദനങ്ങൾ. പ്രിയങ്കരനായ ഉപ്പു സാറിനുള്ള ഒരു ആദരവാണ്. അതിനുവേണ്ടി സംഘാടക സമിതിയുടെ ഒരു ആദരവ് നൽകുന്നുണ്ട്. അതിന് എൻ്റെ ജില്ലാ മാസ്റ്റേഴ്സിൽ ഉപ്പു സാറിനെ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ നാട്ടിൽ ഞാൻ സ്വയം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷ രൂപത്തിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പേരുകൾ ഇവിടെ പരിചയമുണ്ടായിരിക്കും. 10 വർഷം ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ അച്ഛൻ ഈ കൂട്ടുകാരനാണ്. അമ്മ കുട്ടമത്ത് എന്ന ഏറ്റവും പ്രശസ്ത കവി കുടുംബത്തിലെ അംഗമാണ്. അവരിവിടെ വന്ന് കല്യാണം കഴിച്ചു. ഞങ്ങളുടെ തറവാടിൻ്റെ ആസ്ഥാന കലാലയമാണ്. ഇതെല്ലാമുള്ള ചരിത്ര വ്യക്തിപരമായ ചരിത്രം. ഒരുപക്ഷെ അഴിയൂർ പഞ്ചായത്തിൻ്റെ ചരിത്രരേഖ നോക്കിയാൽ കുട്ടമത്ത് കുടുംബത്തിൻ്റെ ആസ്ഥാനം ലോകനാഥിലെ ഊരാളന്മാരായി ഹൈദരാലിയുടെ ആക്രമണത്തിൽ പേടിക്ക് നാടുവിട്ട് കുട്ടമത്ത് കാസർഗോഡ് വലിയ ഇന്ത്യയോടുമായി വീണ്ടും കടത്തനാട് തമ്പുരാൻ ഇവിടെ വിളിച്ചുകൊണ്ട് ഇവിടെ കുടി ഇവിടുത്തെ നായന്മാരെല്ലാം ഞങ്ങളെ ബഹിഷ്കരിക്കുന്നു. കാരണം തമ്പുരാനൊരു കൂട്ടുശ്രാദ്ധം കഴിക്കണം. കൂട്ടുശ്രാദ്ധം കഴിക്കണം. ബ്രാഹ്മണർ പറഞ്ഞ ആൾക്കാർ നല്ല നായന്മാർ ചെയ്യും. അപ്പം തമ്പുരാനിങ്ങനെ ആലോചിച്ചിട്ട് കാസർഗോഡ് പടകണി എന്ന് പറയുന്ന നല്ല നായരുണ്ട്. അവർ ഈ ഇറച്ചി തുളച്ചിറക്കി നായരല്ല. തുളച്ചിറക്കി നായരെല്ലാം വളരെ രസമുള്ള നായരാണ്. ഇപ്പോൾ ആളെ മതമാറ്റത്തിന് കൂട്ടാൻ വന്നപ്പോൾ ഇറച്ചി കൊടുത്തത്. അപ്പോൾ മറ്റുള്ള നായക്കും അപ്പോൾ അവരെ വിളിച്ചത് ചേലാവ് നായരാണ്. ഈ ചേലാവ് നായരെ 1932-35 കാസർഗോഡ് വെച്ച് വലിയ വലിയ ജമ്മി കുടുംബത്തിന് സദ്യ നടത്തുന്നത്. അപ്പോൾ തെറ്റി കുഞ്ഞാമൻ നമ്പിയാണ് EMSന്റെ സ്ഥാപനം. എൻ്റെ ഒരു അമ്മാവൻ ഈ അവിടെ നിന്ന് വന്ന് കൂട്ടുശ്രാദ്ധം കഴിച്ച് ഇറച്ചി കൂട്ടാത്ത നമുക്ക് കാരണം ഇവിടെ ഒരിക്കലും മണക്കായത്തിന് ക്ഷണിച്ചു. മണക്കായത്തിന് ക്ഷണിച്ചപ്പോഴും അദ്ദേഹം സ്വർണം ഉൾക്കായറ്റ് കൊടുത്തു. അപ്പോൾ ഊണ് കഴിക്കാൻ മുന്നിൽ ഇലയിട്ട് ക്ഷണിച്ചു. ഇത് പയറ്റിൻ്റെ നാടാണ്, കുറുപ്പയറ്റിൻ്റെ നാടാണ്. ഒരു സമൂഹം നിങ്ങളിപ്പോൾ എങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി. ഈ പുസ്തകം ഇങ്ങനൊരു പുസ്തകം ഞാൻ അച്ചടിച്ചാൽ 100 കോപ്പി പോകുമെന്ന് അറിയും. അത് വെച്ച് പണ്ഡിതന്മാർ വായിക്കാനും ഇത് ഈ പൊതുജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ കുറുപ്പ് ഒരു ഭവനം പയറ്റി അപ്പോൾ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. ചില കർത്തനാട്ടുകാർക്ക് പരിചയമാണ്. മുൻപന്തിയിൽ ഏതിലവിടെ ഞാൻ പറയുന്നു. അപ്പോൾ കാരണവർ പറഞ്ഞു പഠിക്കാൻ ഞാൻ അപ്പോൾ ഒഴിയ നാട്ടുകാരായ നായന്മാരെല്ലാം കൂടി ഇതിൻ്റെ ഇലയെടുത്ത് പുറത്ത് ചാടി. അങ്ങനെ ഇല പുറത്ത് ചാടിയപ്പോഴേ ഞങ്ങളെ ഒറ്റപ്പെട്ടു. ഇത് നടക്കുന്നത് 1820-1830 അപ്പോൾ ഈ ഇല പുറത്തിട്ടതോടുകൂടി തന്നെ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ പല പല തറവാട്ടുകാരുടെയും ഭാര്യമാരെല്ലാവരോടെല്ലാം ഓട് പുറത്തു കൊണ്ടുവച്ചാണ്. ഇങ്ങനെയുള്ള ഒരു കഠിനമായ ജാതി സിസ്റ്റമുള്ള ഈ നാട്ടിൽ ഇതിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇതെല്ലാം പറയുന്നുണ്ട്. ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവിടെ നടന്ന യുദ്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ കടത്തനാട് ആക്രമിച്ച സമയത്തിൽ
അവശേഷങ്ങൾ കാണണം. വീട്ടിൽ നമ്മളെ ലോക്കൽ പഞ്ചായത്ത് അവിടെ ഇവിടെ ഇന്ന വർഷം ഏതാണ്ട് ഇന്ന വർഷം ഒരു യുദ്ധം നടന്നു. ഇങ്ങനെ നമ്മളെ രാജ്യത്തിൽ തന്നെ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്ന സംഘടനയാണ്. കാരണം ഞങ്ങളെല്ലാം ഹിസ്റ്റോറിയൻസ് വലിയ വലിയ കാര്യങ്ങളിൽ ദേശീയതയുടെ വളർച്ച, അതിൻ്റെ നേതൃത്വം, കൊളോണിയൽ ഭരണം, ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രാദേശിക ചരിത്രം അവഗണിക്കപ്പെടും. ഇപ്പോൾ പ്രാദേശിക ചരിത്രം എത്രയോ വർക്ക്ഷോപ്പുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വർക്ക്ഷോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ പഞ്ചായത്തിനും 50,000 രൂപ നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും അധികം പ്രബലമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കാസർഗോഡാണ്. കാരണം കാസർഗോഡ് കർഷകപ്രസ്ഥാനത്തിൻ്റെ നീറ്റിലമാണ്, തെയ്യത്തിൻ്റെ നീറ്റിലമാണ്, ഒരു സാംസ്കാരിക സോണാണ് കാസർഗോഡ്. അതുപോലെ കടത്തനാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകം കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് സോൺ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. അപ്പോൾ ഈ കൾച്ചറിലും ടോണ് പോലും നിങ്ങളുടെ ഡയലക്റ്റ് എവിടെയാണ് തിരിച്ചറിയാം. കാസർഗോഡിൻ്റെ ഡയലക്റ്റ്, കടത്തനാട് ഡയലക്റ്റ് അറിയാം, വിഷ്ണു ഡയലക്റ്റ് അറിയാം, കോട്ടയം ഡയലക്റ്റ് അറിയാം, സീതാപൂർ ഡയലക്റ്റ് അറിയാം. നമ്മുടെ ഭാഷാവേദി ഇത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ ജർമ്മനിയിൽ പോയാൽ വടക്കൻ ജർമ്മനിക്കാർ സംസാരിക്കുന്നത് തെക്കൻ ജർമ്മനിക്കാർ. അതുപോലെ ഈ ലിംഗ്വിസ്റ്റിക് സോൺ ഓരോ പ്രദേശം ആ പ്രദേശം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആംഗ്ലോ സാക്സൺ ആണ്. ആംഗ്ലോ സാക്സൺ എന്ന് പറഞ്ഞാൽ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് വരുന്ന ആളുകൾ. അതേ സമയത്ത് നിങ്ങൾ അമേരിക്കയിലെ ഗവേഷണം നടത്താൻ പോയാൽ നിങ്ങൾ കേൾക്കുന്ന ട്രാൻസ്ലേറ്റ് യൂറോപ്പിൽ US സ്ത്രീയാണെങ്കിൽ നമ്മൾ പോകും. ഞാൻ കർഷകപ്രസ്ഥാനത്തിൻ്റെ ഗവേഷണം പോയപ്പോൾ രൂപയിലുള്ളത് ഇംഗ്ലീഷ് വേണ്ടി എൻ്റെ ആംഗ്ലോ സാക്സൺ അവർക്കും തിരിയില്ല, അവരുടെ അമേരിക്കൻ കുറേ ആൾക്കാർ. പക്ഷേ കർഷക പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഒന്നായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആശയങ്ങൾ കൈമാറാം. അവിടുത്തെ ലാൻഡോടും ഇവിടുത്തെ ലാൻഡോടും ഇവിടുത്തെ ടെനൻറ്റും ഇവിടുത്തെ ലാൻഡോടും എല്ലാം ഉണ്ട് തന്നെയാണ് ഈ കർണാടകമായിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഞാൻ വായിച്ചു. ഞങ്ങൾക്കൊരു വായന രീതി. ഈ പുസ്തകം ഒരു വലിയ പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേരും നോക്കി ഞങ്ങൾ ആശയങ്ങളാണ്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ഇവിടുത്തെ പല ചരിത്ര സംഭവങ്ങളും നീതി പുലർത്തിയിട്ട് ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്നുകൊണ്ട് ഉള്ള വ്യക്തികളെ പറ്റിയിട്ടുള്ള സാധനങ്ങളുണ്ട്, മരിച്ചു പോയവരെ പറ്റിയിട്ടുള്ള കഥകൾ. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇതിൽ ഗസറ്റിയർ സ്വഭാവമുണ്ട്. ഗസറ്റിയർ സ്വഭാവം മാത്രമല്ല, ഇതിന് മാനുവൽ എന്ന രീതിയുടെ രീതിശാസ്ത്രമുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക ചരിത്രത്തിൻ്റെ ലോക്കൽ ഹിസ്റ്ററിയുടെ രീതിശാസ്ത്രമുണ്ട്. ലോക്കൽ ഹിസ്റ്ററിയുടെ രീതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് സ്പീക്കിംഗ് യു ആർ ഫോർവേഡ്. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഇങ്ങനെ മറന്നു. ആ മറവിയിൽ വേറാമലെയും വില്യാപ്പള്ളിയിലെയും എല്ലാം ജനസമൂഹത്തെ അൽഷേമികളിൽ നിന്ന് വീണ്ടെടുക്കുന്നത് പോലുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതുപോലുള്ള ഒരു പുസ്തകം ആളുകൾ പ്രാദേശിക ചരിത്രം ഞാൻ രചിക്കുമ്പോൾ ഇതിലുള്ള ആളുകളുണ്ട്. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ എങ്ങനെ മെഡിക്കൽ കോളേജ്, എങ്ങനെ മണപ്പള്ളി കോളേജ് ഉണ്ടാക്കി MR നാരായണക്കുറുപ്പിന് ഇപ്പോഴും ഇവിടുത്തെ സാമൂഹ്യ മാറ്റം. ആ സാമൂഹ്യ മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മാറ്റമാണ്. അതിനെ ഹെൽപ്പ് നടത്തുന്നത്, ഹെൽപ്പ് കൊടുക്കുന്നത് ചരിത്രമാണ്. ഞാൻ കോഴിക്കോട് ഭാഷാശാലയിൽ മുമ്പ് കഴിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരോട് ഞാൻ സ്വാഭാവികമായി ഈ വയസ്സുകാലത്ത് എല്ലാവരോടും എന്നും സംസാരിക്കും. നിങ്ങളുടെ ലൗകര്യങ്ങളുണ്ടായിരുന്നു. വലിയ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറോട് ഞാൻ ചോദിച്ചു, മേഡത്തിന് ലൗകര്യങ്ങളുണ്ടായിരുന്നു, നിങ്ങൾ ആലോചിച്ചൊക്കെ പ്രമാണിച്ചത്. അപ്പോൾ മേഡം പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അറിഞ്ഞില്ല? എല്ലാ അമ്മ പറഞ്ഞു അവരെന്തിയ സമൂഹമാണ്, മറ്റേ ഉയർന്ന ജാതിയാണ്, ഒരു ഗംഭീരതാണ്.
അപ്പം അമ്മ പറഞ്ഞു പോകാം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നതാണ് ഈ അടുത്ത വർഷങ്ങളിലായിട്ട്. അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രകാരൻ ഏതെല്ലാം കാണണം, ഏതെല്ലാം എഴുതണം, എന്തെല്ലാം ചെയ്യണമെന്നില്ല അവൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനം വളരെ പ്രധാനമാണ്. അപ്പം ഞങ്ങൾ പ്രാദേശിക എഴുതുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹിസ്റ്ററി, ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ PhD ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിസ്റ്ററി, ടെക്നിക്കലി ഫാക്ടറി. നിങ്ങൾ ഫാക്ടറിയിലുള്ള വിചാരിക്കാം അണ്ടിക്കമ്പനി നെറ്റ് കമ്പനിയിലല്ലേ. ഫാക്ടറിയിലെ വാക്കിൻ്റെ അർത്ഥം വിദേശ വസ്തുക്കൾ കൊണ്ടുവരികയും വിനിമയം നടത്തുകയും എല്ലാം ചെയ്യുന്ന കേന്ദ്രത്തിനെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഫാക്ടറി എന്നാണ്. പക്ഷെ ആ ഫാക്ടറിയുടെ അർത്ഥം മാറി 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 വന്നു. അപ്പോൾ ആ ഫാക്ടറിയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ പ്രദേശമുള്ള മലബാറിൽ എങ്ങനെ കൊളോണിയൽ ആധിപത്യം വന്നു, കൊളോണിയൽ ആധിപത്യത്തിൻ്റെ സ്വഭാവം എന്താണ്, അതിനെപ്പറ്റിയെല്ലാം വയ്ക്കണമെന്നല്ലാതെ ജീവിച്ചു പോലുള്ള മൺമറഞ്ഞു പോലുള്ള ഞങ്ങൾക്ക് ചിന്തിക്കാൻ അവസരമില്ല. അറിയാത്തതുകൊണ്ട് അവസരമില്ല. അതുപോലെ തന്നെ ഞങ്ങളെ ആ ഗവേഷണം അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യമില്ല. ഇപ്പോൾ ഈ ടെക്നിക്കലി ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 130 ഫാക്ടറികളിലെ എങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തും അവരുടെ ഫാക്ടറി. ആ ഫാക്ടറി ഉണ്ടാക്കി 110 കാലുകളാണ് സ്ഥാപിക്കുന്നത്. ആ 110 കാലുകളുടെ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ കൊളോണിയൽ സാമ്രാജ്യം, ആ കൊളോണിയൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ ഇവിടുത്തെ ഓരോ രാജാവിൻ്റെയും വീക്ക്നെസ്, അവരുടെ ദൗർബല്യം എന്താണ് എന്ന് ഇന്ത്യയെ പോലെ അന്താരാഷ്ട്ര സംഘടനയെ പോലെ എൻ്റെ ദൗർബല്യം എന്താണ് എന്ന് ഞാൻ എന്നോട് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റൈൽ ഫാക്ടറിയിലെ മുഖ്യൻ എന്ന് പറഞ്ഞിരുന്നത്തെ കാലത്ത് അതായത് കടത്തനാട് രാജാവ്, അയാൾക്കൊരു കുതിര കൊടുത്താണ് എല്ലാ കാര്യവും. നമ്മളൊരു രാജാവിനെ പറ്റി എഴുതിയിരിക്കുന്നത്. അതുപോലെ നമ്മളൊരു മന്ത്രിക്ക് ഒരു 10 ലക്ഷം കൊടുത്താൽ പല കാര്യങ്ങളും സാധിക്കാമെന്ന് CID കരുതുന്നില്ല. അത് നമുക്ക് നോക്കാൻ അവസരമുണ്ട്. അത് തെറ്റില്ലെന്നുണ്ട്. ഞങ്ങൾ ഗവേഷണം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ചീഫ് സെക്രട്ടറി പെർമിഷൻ വാങ്ങണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടന്നാൽ ഇതിനെ പറ്റിയല്ല. നമ്മുടെ ഇതെല്ലാം കർഷക പ്രസ്ഥാനത്തിൻ്റെ ജന്മി വിരുദ്ധ സമരങ്ങളുടെ അതിലെല്ലാം തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ലിഖിതമായി അവരുടെ നേതൃത്വം സഹിച്ച പങ്കാളി അവർ കഠിനമായ പ്രയത്നങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഗാന്ധിജിയുടെ കൗമുദിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതോ ഒരു പാവപ്പെട്ട ചക്ര സ്ത്രീ ആ ഒരു കാര്യം ചരിത്രത്തിൽ മറന്നുപോയ ആ കുട്ടിയെ നമ്മൾ ഡെമോക്രാറ്റിക്കായിട്ട് കൊണ്ടുവരികയാണ്. കൗമുദി ചെയ്ത ദാനവും കൗമുദി ചെയ്ത ദാനത്തിനപ്പുറം ശ്രേഷ്ഠതയുള്ള ദാനമാണ് ചക്ര കാര്യം സ്ത്രീ ചെയ്തത്. കൗമുദിക്ക് വേറെ അച്ഛൻ വാങ്ങിക്കൊടുക്കും, ഈ സ്ത്രീക്കാരൻ വാങ്ങിക്കൊടുക്കും. അപ്പം ഇതെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ എന്തുകൊണ്ട് നമ്മൾ രണ്ടാമത്താളെ മറന്നുപോയി. അവിടെയാണ് നമ്മൾ കൂടുതൽ ആരാധനകൾ, കൂടുതൽ പ്രഭുത്വങ്ങൾ, അതെല്ലാം തന്നെ പല പല ആശയ സമയം. അതിനെപ്പറ്റി പറയുന്നത് പറഞ്ഞാൽ സൈക്കോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ മേഖലയിലേക്ക് ഞാൻ പോവുകയാണ്. സൈക്കോ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എന്തിനെങ്കിലുമാണ് ഞാൻ എന്തെങ്കിലും എന്നോട് വളരെ കൊടുക്കാനുണ്ട്. വൈ യു ഹാവ് സ്റ്റഡി agricultural struggles, agrarian struggles, national struggles. ജർമ്മനിയിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചുകുട്ടിയായി കാണുമ്പോൾ എൻ്റെ അമ്മ വീട്ടിലാകുന്ന വാരമാണ് നടക്കുന്ന സിസ്റ്റം. അപ്പോൾ കൊച്ചുകുട്ടിയായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്തിനാണ് ഈ നെല്ലുണ്ടാക്കി നെല്ലുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി എത്രയോ പണികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഏരിയയിൽ നമ്മൾ പണിയെടുക്കുന്നു. അപ്പം നമ്മുടെ ഗ്രന്ഥകാരൻ എല്ലാ ഏരിയകളുടെയും കുട്ടി ഒരു കൂട്ടുകൃഷി സമ്പ്രദായം അതിൽ പോലെ ഒരു അയ്യപ്പൻ്റെ സുബ്രഹ്മണ്യൻ ഭാഷാപ്രസാദത്തിൻ്റെ ഇന്ത്യയിൽ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ
സമരത്തിനെല്ലാം അറിയാം. 42 വിദ്യാഭ്യാസ സമരത്തിലെ എല്ലാം പങ്കെടുക്കാൻ ആളുകൾ എൻ്റെ ഒരു പ്രബലിലോ ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ദിവസത്തോടെ യാത്രമായി ഓരോ ദിവസവും യാത്രയിൽ എനിക്ക് കൊണ്ടുപോകുന്ന നമ്മളെ ആവശ്യപ്പെടുകയാണ് തേക്കയിൽ മത്സ്യത്തിൻ്റെ തേക്കയിൽ ക്രിസ്ത്യൻ നമ്മളെ ഫലങ്ങൾ കാർഷിക പല പല അപാകതകളുണ്ട്. ഈ അടുത്ത മീൻപടിയിലെ കഥ പറഞ്ഞല്ലോ, അവിടെയുള്ള അന്ത്യവർണ്ണങ്ങളുടെ ഷെയ്ഖ് സൈനുദ്ദീൻ വന്ന് 1583 അദ്ദേഹം പുസ്തകത്തിൽ ഒരു രാജ്യവും വേറെ രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല, 48 ഇന്ത്യനോട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് മുസ്ലിമുകളുടെ നേതാവ് സാമുദ്രികമാണ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഇങ്ങനെ ഈ ഒരു പുസ്തകത്തിൽ റിലീസ് ചെയ്ത് 2 ഭാഗത്ത് നാട്ടുകാരുടെ മുമ്പിൽ പരിചയപ്പെടാത്തവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷം. ഇങ്ങനെയുള്ള കൂട്ടായ്മ നിങ്ങൾ ഈ മുമ്പ് നടത്തുന്നതിലെങ്കിൽ വളരെ എത്രയോ കാര്യങ്ങൾ രണ്ട് ഡിഫൻസ് സെക്രട്ടറി അവിടുന്ന് വന്നത്. 2 ഡിഫൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെറിയ അധികാരം എനിക്ക് കിട്ടിയത്. ആ അധികാരം കിട്ടിയപ്പോഴാണ് വളരെ വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിന് അറിയുന്നത്. ശങ്കരൻ കുറുപ്പ് എന്നൊരു സഖാവ് പാർട്ടിയോട് കൂടി അദ്ദേഹം എതിരിട്ടുകൊണ്ടില്ല. ഇപ്പം ഞാൻ ഭക്ഷ്യശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ്. പത്മനാഭനുണ്ട് കാർഷിക വിദഗ്ധനായിട്ടുള്ള അഴിയൂർ ഗ്രാമത്തിൽ ഓണത്തിന് ഓരോ വ്യക്തിയും 10 വാരം സ്ത്രീകളായാലും തിരക്കില്ല, കുട്ടികളായാലും തിരക്കില്ല, രോഗികളായാലും തിരക്കില്ല, 10 വാരം നഗരമാണ്. അതിൽ ഞാനിതിൽ ആദ്യം വരുന്നതല്ല, വയനാട് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞെങ്കിൽ 42 കുട്ടികളുണ്ട്. ഇതിനാണ് 40 ലക്ഷമാണെന്ന് പറഞ്ഞാൽ ആര് പറയാൻ? അവിടെ ഇന്ന റിസർച്ച് ചെയ്യാമെന്ന് ഇന്ന പേപ്പറോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ റിസർച്ച് ചെയ്യില്ല നാട്ടിലെ നിങ്ങൾ റിസർച്ച് ചെയ്യും, പേപ്പർ എടുത്ത് പ്രൊമോഷൻ വാങ്ങും, അങ്ങനെ അങ്ങനെ പോകും, നിങ്ങൾ റിട്ടേൺ ചെയ്യും. എൻ്റെ ഒരു നിമിഷമാണ് നിങ്ങൾ ബുദ്ധി കൊണ്ടെങ്കിൽ സാധനമല്ല ഞാൻ പറഞ്ഞത്. ഈ ബയോടെക്നോളജി വളരെ സമയം റിസർച്ചിൻ്റെ സമയമാണ്. നിങ്ങളുടെ ബയോടെക്നോളജി ലാബിൽ വാടകകൾ അതിന് പ്രത്യേക പേരുണ്ട്. ആ വാടക ഉണ്ടാക്കിയിട്ട് വയനാട്ടിൽ ആദിവാസികൾക്ക് വേണ്ടി വിതരണം ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കല വേസ്റ്റ്. അല്ലാതെ ഇതായി പ്രോജക്റ്റ് കൊണ്ടുവന്നു അതിൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ടോടുകൂടി ഡൽഹിയിലേക്ക് 40 ലക്ഷം രൂപ വയനാട് ടിഷ്യൂ വാടക പോകുമ്പോൾ മുഴുവൻ ആദിവാസികളുടെ വീട്ടിൽ വിതരണം അവർ ഗ്രൂപ്പായി പറഞ്ഞ് പള്ളിയിലേക്ക് ഞങ്ങൾ ഓരോ വീട്ടിലും കൊടുത്തിട്ടുള്ളതാണ്. ഇതിനാണ് 10 വാടക കൊടുത്തത്. അവർക്ക് 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ 3 സെൻറ്റിൽ അവർ 10 വാട. അപ്പം അവരുടെ കുട്ടികൾക്ക് ഓണത്തിന് ചമ്മക്കുട്ടിയുടെ വാടക വായ്പയുണ്ടാവും. അപ്പോൾ ആ കൊലക്ക് വേണ്ടി ഇത് ചെയ്തപ്പോഴേ എൻ്റെ രജിസ്ട്രാർ പോയിട്ട് ജനങ്ങളുടെ ഈ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളിങ്ങനെ വയനാട്ടിൽ വാടക നല്ല നല്ല കൊലകളുണ്ടെന്ന് പറയുമ്പോഴേ അവർ അന്വേഷണക്കാരെ ചോദിക്കുക നിങ്ങളോട് ആരാ പറഞ്ഞത് വയനാട്ടിൽ വാർത്തകൾ ചെയ്യാൻ അയാൾ പറഞ്ഞു ഞാനാണെങ്കിൽ പറയും എൻ്റെ അച്ഛനാണ് ഗവൺമെൻറ് നിങ്ങളിതെല്ലാം അറിയണം എന്താ നടക്കുന്നത്. നിങ്ങൾ പാവങ്ങൾ വോട്ട് ചെയ്യും, ഓരോരാളെ ജയിപ്പിക്കും, എല്ലാ കാര്യം നിങ്ങൾ എത്ര ആളെ ഇതാക്കി. എന്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ മെഡിക്കൽ കോളേജ് കിട്ടിമായിരുന്നു. ഞാൻ എപ്പോഴും കാറിൽ എൻ്റെ
ഗവൺമെൻറ് കോളേജ് ആ സമയത്ത് പിന്നെ പഠിക്കുന്നത് ഞാൻ കസേര ഒഴിയുന്ന ദിവസം കസേര ഒഴിയുന്നതിൻ്റെ ഓരോ പ്രദേശത്തിലെ വികസനത്തിന് പ്രാദേശിക ചരിത്ര പഠനം ആവശ്യമാണ്. പ്രത്യേക വ്യക്തികൾ ഇപ്പോൾ കേപ്പിരാമ പാർട്ടിയിൽ നിന്നെല്ലാം സോഷ്യലിസ്റ്റായി ആരെങ്കിലും നിന്നാണ് അദ്ദേഹത്തിന് ഒരു പൊടി കളിച്ചുകൊണ്ടിരുന്നത് സോഷ്യലിസ്റ്റ്. പക്ഷേ കേപ്പിരാമത്തിന് ഇടിയമ്മസിന് 42 ചിന്താ സമരത്തിൻ്റെ 50ാം വർഷം ഞാൻ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇടിയമ്മസ് ഒരു യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽസിൽ 3 ദിവസമാണ് മുഴുവൻ എൻ്റെ ഭാര്യയും മകളും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഈ പിതാവിനോട് എൻ്റെ ജീവിതത്തിലെ കിട്ടിയ പോലെ ഒരു സ്വീകരണം ഇന്ന് മറക്കരുത്. ചിരി ചന്ദ്രശേഖരൻ മറക്കരുത്. ചിരി ചന്ദ്രശേഖരൻ്റെ മുന്നിലേക്ക് അദ്ദേഹം എന്ന സമയത്ത് ഞങ്ങൾ ഒരേ സ്റ്റേജിൽ അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഓക്കെ ഈ ചരിത്രകാലം പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കെ ഭാസ്കരൻ നിർവഹിക്കും. ഇന്നത്തെ കർത്താവ് ശ്രീ ജില്ലയിലെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രിയപ്പെട്ട നേതാക്കളെ സഹോദരി സഹോദരന്മാരെ, ജില്ലയിലെ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെയുള്ള പോരായ്മകളും നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 2ാം പതിപ്പ് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ചരിത്രം ഒരു സ്വയംഭൂവായി നമ്മുടെ മുമ്പിൽ നിൽക്കില്ല. എനിക്ക് തോന്നുന്നത് 96 ആദ്യമായാണ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഹ്രസ്വമായ ഒരു ചരിത്രത്തിലുള്ള വികസന രേഖ അത് പൂർണ്ണമല്ല. അതിനുശേഷം വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കും അതുപോലെ തന്നെ കണ്ടെത്തലുകൾക്കും ശേഷമാണ് 22-ൽ 1ാം പതിപ്പ് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, പഞ്ചായത്തിന്റെ ചരിത്രം എന്നത് നമുക്ക് ലഭിക്കുന്ന അമൂല്യമായ ഒരു നിധിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഒരു പുസ്തകം രൂപം കൊള്ളുന്നത്. തെറ്റുകുറ്റങ്ങൾ വരും. ചരിത്രത്തെ അന്വേഷിച്ചു പോയി, യാഥാർത്ഥ്യത്തെ അന്വേഷിച്ചു പോയി, അത് കണ്ടെത്തി പുസ്തകരൂപത്തിലാക്കി നമ്മുടെ മുമ്പിൽ എത്തിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. ഇവിടെ വലിയ വിവാദങ്ങൾ, പുസ്തകങ്ങൾ മരിക്കുന്നു, വായന മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും മരണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധാരാളം പുസ്തകങ്ങൾ, പീരിയോഡിക്കൽസ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഏതാണ്ട് 78ഓളം പീരിയോഡിക്കൽസ് മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ
അതൊക്കെ വായിക്കേണ്ടവയാണോ എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. ഓക്സ്ഫോർഡ് പ്രസിൽ ഛർദ്ദിക്കുന്ന വന്യസാഹിത്യത്തിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് ആവശ്യമുള്ള വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മനുഷ്യനെ പരുവപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും അക്ഷരങ്ങൾക്ക് വരണമെന്നറിയില്ല. കാരണം അക്ഷരങ്ങൾ മാനവരാശി ഉള്ളിടത്തോളം കാലം അത് ഡിജിറ്റലായാലും പത്രത്താളുകളിലായാലും എങ്ങനെയായാലും വായിച്ച് തള്ളേണ്ടത് ആവശ്യമാണ്, വായിച്ചുകൊണ്ടേയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്തിന്റെ ചരിത്രം ഞാൻ അന്വേഷിക്കാറുണ്ട്. 95-ൽ ഞാൻ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ എങ്ങനെ മറ്റു പഞ്ചായത്തിന് വിഭിന്നമായി ഏറാമലയ്ക്ക് പഞ്ചായത്തിന് വിസ്തൃതി കൂടി എന്ന് അന്വേഷിച്ചപ്പോഴാണ് പല പഞ്ചായത്തിന്റെയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വലിയ പഞ്ചായത്തായി ഏറാമല മാറിയെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ബഹുമാനായ KT ഗവർണർ നമ്പ്യാർ പ്രസിഡന്റായിരുന്ന സമയത്താണ് നമ്മൾ ഒരു മഞ്ചൽ വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത്. മഞ്ചൽ, രോഗികളെ എടുത്തുകൊണ്ടുപോകാൻ, അവസരം എടുത്തുകൊണ്ടുപോകാൻ മഞ്ചൽ. അതിനുശേഷമാണ് വടകരയിലെ വിദ്യുശക്തികളിലെന്ന് കണ്ടപ്പോൾ അത് ഏറാമലത്തിൽ ഇടാൻ വേണ്ടി കുഞ്ഞിരാമ തൊപ്പിനെ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി ചുമതലപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, പഞ്ചായത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ നിറഞ്ഞ ചരിത്രങ്ങൾ പുസ്തക രൂപത്തിലാക്കി നമുക്ക് വായിക്കാൻ ഒരു പുസ്തകം നൽകിയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ ഈ നാടിന്റെ ചരിത്രത്തെ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് സമർപ്പിച്ചതാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഇവിടെ ആദ്യ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിന്റെ ചെലവൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. അതൊക്കെ വരാൻ കഴിയുന്ന രൂപത്തിലും നഷ്ടം വരാത്ത രൂപത്തിലും ഇതിന്റെ പുസ്തകം വാങ്ങി വായിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിന് ഉന്നതമായി എടുത്തുകൊണ്ട് ആ ഒരു കർത്തവ്യം ഇപ്പം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ നാടിനെ പറ്റി എല്ലാവരും പല രീതിയിലുള്ള മാഹാത്മ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം ഉണ്ടാകും. അതൊന്നും ഇതുപോലെ പലരും രേഖപ്പെടുത്തുന്നില്ല. രേഖപ്പെടുത്തുന്നത് ചരിത്രത്തെ ഭാവി തലമുറയിൽ ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. അതിലെ ഗോവിന്ദ മാഷ് വഹിച്ച പങ്ക് വലിയതാണ്. ഗോവിന്ദ മാഷോട് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നവിടെ ഒരുപാട് സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും തിരക്കുണ്ട്. അതുകൊണ്ട് ആ തിരക്കിനെ ഞാൻ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ സമയത്തിനെ ഞാൻ ബഹുമാനിക്കുകയാണ്. ഇവിടെ ഗോവിന്ദ മാഷ് സൂചിപ്പിച്ച ഒന്നാമത്തെ ഭാഗം ആദ്യ പ്രകാശനത്തിൻ്റെ സമയത്ത് പ്രകാശിപ്പിച്ച പുസ്തകത്തിൽ അതിൻ്റെ ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ പൊതുവെ നമ്മളെ കേട്ടിട്ടുണ്ട്. എന്നാൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങൾ തന്നെ രണ്ട് തരത്തിലുള്ള ഗോവിന്ദ മാഷ് പേരിട്ടുണ്ട്. ഒന്ന് ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ, അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും, നമ്മുടെ നാടിനെ ഗുണം ചെയ്യും. മറ്റൊന്ന് ഇത് നശിപ്പിച്ചു കഴിയാൻ ഇനി ഇതുപോലൊരു ഉദ്യമത്തിന് തയ്യാറാകരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടിയിട്ട് വിമർശനം ഉണ്ടാകും. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളാണ്. ഞാനും ആ വിമർശനത്തിൻ്റെ ഭാഗത്ത് ഗോവിന്ദ മാഷോട് ആ പുസ്തകം ഇറങ്ങിയതിനു ശേഷം വായിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഗോവിന്ദ മാഷ് ആദ്യത്തെ പുസ്തകത്തിൻ്റെ രൂപം കൊടുക്കുന്ന സമയത്ത് ഞാനതിൻ്റെ എന്നെ വല്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ സമയത്ത് നോക്കിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ആദ്യമൊന്നും പുസ്തകത്തെ പറ്റിയല്ല പറയുന്നത്. എനിക്ക് ഏറാമലയെ പറ്റി അറിയണം, കുന്നുമുക്കരെ പറ്റി അറിയണം, കാർത്തികപ്പള്ളിയെ പറ്റി അറിയണം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഓരോ ദിവസവും അത് മിക്ക ദിവസം പിന്നെ ഗോവിന്ദ മാഷ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചില്ല, നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് വിളി വരുമ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കും. ഇനി എന്തുമാണ് ഞാൻ പറഞ്ഞത്? ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞു. അത് പുസ്തകമായി വരുന്നതിൻ്റെ അടുത്ത ദിവസമാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊരു പുസ്തകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഏറാമലയുടെ ചരിത്രം ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ബുദ്ധിമുട്ടിച്ചത്
ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കി. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ അഭിപ്രായം, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളും ഒക്കെ പലതും പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലത് വിമർശനപരമായിട്ട് ഞാൻ മുന്നോട്ട് പറയേണ്ടത്, നമുക്ക് ചരിത്രങ്ങൾ രചിക്കുമ്പോൾ അത് ചരിത്രം തന്നെയായിരിക്കണം. എല്ലാ ഒരു ഭാഗത്തു കൂടി മാത്രം ആയാൽ പോരാ. നാട്ടിനെ പറ്റി പറയുമ്പോൾ നാട്ടിലെ പൊതുവെയുള്ള എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ചരിത്രമായിട്ട് അതിനെ മാറ്റിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ചരിത്രമാകും. അത് ചരിത്ര വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ചരിത്ര സംഭവങ്ങൾ പുസ്തകങ്ങൾ പ്രചോദനം ചെയ്യും. അത് ഗോവിന്ദ മാഷിൻ്റെ ഈ സംരംഭം ഏറെക്കുറെ വിജയിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആശിക്കുകയാണ്. അങ്ങനെ ഞാൻ കരുതുകയാണ്. ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നാട്ടിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. വിശിഷ്ടമെന്നും അതിവിശിഷ്ടമെന്നുമൊക്കെ വിശേഷണങ്ങൾ കഴിയുന്ന ഒരു സദസ്സിൽ വേദിയെ അധികം ദൂഷിപ്പിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുസ്തക പരിചയമെന്നതിലേക്ക് വളരെ കുറഞ്ഞ സമയത്തുള്ളിൽ ഏറിയ വെച്ചുകൊണ്ട് അവസാനിക്കുന്നു. അതായത് ഇവിടെ ശ്രീ മറിയ തിയേറ്ററിൽ ഡോക്ടർ കെ കെ ഓഫീസർ പറഞ്ഞതുപോലെ ഒരു പ്രാദേശിക ചരിത്രത്തിൽ അതും 2500-ലധികം കോപ്പികൾ ഈ ഏഴാം മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ഇവിടെ നിന്ന് പോയ പ്രവാസികൾക്കിടയിലുമൊക്കെ ആയിട്ട് പ്രചരിച്ചു കഴിഞ്ഞൊരു പുസ്തകത്തിൽ ഇനി ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ടെങ്കിലും ഇതിനകത്ത് അവിസ്മരണീയമായ നമ്മളിൽ പലരും അറിയാത്ത ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഏതാനും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ രാജൻ മാസ്റ്ററോട് അനുവാദം പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് അനുവാദം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഒരു 2ാം പതിപ്പിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറയുന്നില്ല. കാരണം അത് ഗ്രന്ഥകാരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിന് അവതാരികയുടെ വിജ്ഞത്തിനുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവതാരിക ആരംഭിക്കുന്നത് ചരിത്രമെടുത്ത് ആരുടെയും പ്രത്യേക അവകാശമൊന്നുമല്ല എന്ന് പറഞ്ഞു. ശ്രീ ദില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ ഹിസ്റ്ററി എടുത്ത് ചരിത്രമെടുത്ത് പാസ്സായാണ്. വിദ്യത്തിലോട്ട് പറയുന്നത് ചരിത്രമെടുത്തവർ പലരും ചരിത്രത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ ചരിത്രമെടുക്കാത്തവരും ചരിത്രമെടുത്തവരിൽ തന്നെ വളരെ കുറച്ച് പേര് ആ വഴി തിരിയാറുണ്ട്. അതുകൊണ്ട് ഇതൊരു ചരിത്രകാരൻ്റെ അവകാശമൊന്നുമല്ല. അതിനെന്തൊക്കെ പറയുന്ന കാരണമാണ് പല തെളിവുകളുടെയും വസ്തുതകളുടെയും അവയോട് നീതി പുലർത്താനുള്ള നമ്മുടെ ചരിത്രകാരൻ്റെ മനസ്ഥിതിയുണ്ട്. വസ്തുതകൾ വളർത്തുവിച്ചും തെളിവുകൾ തിരസ്കരിച്ച് നടത്തുന്ന അഭ്യാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്നതുകൊണ്ടാണ് നാം ഏഴാമയിലെ ജനങ്ങൾ നടന്നു തിരിഞ്ഞ വഴികളിൽ പുനഃസൃഷ്ടിക്കാനുള്ള സാഹസത്തിന് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ ഒരുങ്ങുന്നത് എന്നാണ്. ഈ ടൈറ്റിൽ ഏഴാമലയുടെ ചരിത്ര വഴികൾ എന്ന ടൈറ്റിൽ അതിന് പുറകിൽ ഇടതുപോലെ മറ്റൊരു വാക്കുകയാണ്. ഏഴാമലയുടെ ആ കണ്ണൽ വഴികൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു കണ്ണൽ വഴിയുടെ കൂടിയിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല. 200 വിചാര പഠനങ്ങൾ ഇവിടെ 1766 ഹൈദരാലി
സാമൂതിരി രാജാവ് കടമായി കൊടുക്കാണ്ടായ 15 ലക്ഷം, നിങ്ങൾ വായിച്ചു കാണും, 15 ലക്ഷം രൂപയുടെ കടം തീർക്കാൻ കഴിയാത്തവർക്ക് ഈ തുരുത്തിമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്രഞ്ച് അധീനതയിലുള്ള അധികാരികളെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പീരങ്കികളൊക്കെ ആയിട്ട് ഏറാനപ്പറമ്പ് എന്ന് പറയുന്ന 40 കിലോമീറ്റർ ഉയരമുള്ള ഒരു പറമ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനപ്പുറത്ത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണീർ വഴികൾ അനേകം ഉണ്ട്. ആ യുദ്ധത്തിനെ കുറിച്ച് ഒരു പക്ഷേ KK ഗ്രൂപ്പോട് വിമർശിച്ചിട്ടുണ്ടല്ലോ. KK ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴശ്ശി സ്മാരക അവസരത്തിൽ ഈ കണ്ണീർ വഴി. അതാണ് ഒരു വിഷയമാണ്. മറ്റൊന്ന്, ഒരു നാടിന് ഒരു പ്രദേശത്തിന് അതിൻ്റെതായ എന്ത് വിശ്ലേഷണമാണ് പറയാനുള്ളത്? നാടെന്നത് ഒരു ആൾക്കൂട്ടമല്ല. അത് വേദിക്കകത്ത് കെട്ടി നിർത്തിയ ഏതാനും വ്യക്തികളുടെ ഘനീഭവിക്കപ്പെട്ട എന്താ പറയേണ്ടത്, നിഷ്ക്രിയത്വത്തിൻ്റെ ഒരു കുടീരവുമല്ല, കൂടാരവുമല്ല. അവിടെ ഓരോ വ്യക്തികൾക്കും അവരുടെ കഥകൾ പറയാനുണ്ട്. അത്തരം കഥകളാണ് ചരിത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ദൈവത്തിനോട് എന്ന് പറയുന്നത്. ഞാൻ ആരാധനയോടുകൂടി കണ്ടത് എഴുതിയെന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം ചരിത്രം എന്നത് നിശ്ചലമായി നിൽക്കുന്നൊരു രഥമല്ല, അത് അതിൻ്റെ ചക്രങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സഞ്ചാരം എപ്പോൾ നിൽക്കുന്നുവോ അന്ന് മാനവരാശി അവസാനിക്കും എന്നുള്ള മഹാസത്യവും എല്ലാ ചരിത്രത്തിൻ്റെയും മുന്നിൽ നാം എഴുതിയിട്ടുണ്ട്. അത്തരമൊരു ചരിത്രത്തെ ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ വരുന്ന തലമുറയ്ക്ക് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് ഇനിയും അനേകം കാര്യങ്ങൾ പറയാനുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നിശ്ചലമായി നിൽക്കുന്ന രഥചക്രമല്ല ചരിത്രം, അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഞ്ചാര രീതികളിൽ പുതിയ തലമുറയിൽ അറിയപ്പെടുന്നില്ല എങ്കിലും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ വഴി നോക്കണം. അതിനുള്ളൊരു വഴി, ഒരു വഴിത്താര നമുക്ക് മുമ്പിൽ, കേരളക്കാരുടെ മുമ്പിൽ ഇത്തരം പ്രാദേശിക ചരിത്രത്തെ അന്വേഷിച്ച് നടക്കുന്ന തലമുറകളോട് പ്രതിബദ്ധതയുള്ളവർക്ക് മുമ്പിൽ ഉണ്ട്. അതിനെ ഉപയോഗിക്കണം എന്നുകൂടിയാകുമ്പോൾ ഞാൻ രാജൻ മാസ്റ്ററുടെ വാക്കുകൾ പിന്നീട് ഗോവിന്ദ മാസ്റ്ററുടെ ദേശം പെരുമാറുന്ന പുസ്തകം വളരെ സവിസ്തരമായിട്ട് ഇതിൻ്റെ ചരിത്ര വഴികളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ പുസ്തകത്തിൻ്റെ 1-ാം പതിപ്പ് പുറത്തിറങ്ങിയ കാലത്ത് ഞാനത് സൂചിപ്പിച്ച പോലെ പ്രാദേശിക ചരിത്രം എഴുതുമ്പോൾ സംഭവിക്കാവുന്ന വലിയ വലിയ വിവാദങ്ങളും ചെറിയ ചെറിയ ആശംസകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കേരളദേശത്തെ വായനക്കാരിയായ ഒരാൾ ഗോവിന്ദമാഷ കണ്ടപ്പോൾ പറഞ്ഞത്, എൻ്റെ വലിയച്ഛനെ മാഷെങ്കിലും ഓർത്തല്ലോ എന്നാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ കേട്ടിരിക്കുന്ന വാക്കുകളിൽ ഏറ്റവും സവിശേഷമായ ഒരു വാക്കായിരുന്നു ആ വായനക്കാരി പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വലിയച്ഛനെ മാഷെങ്കിലും ഓർത്തല്ലോ. അതായത് മേൽവിലാസമില്ലാത്തവരെ കുറിച്ചുള്ള അവതരണമാണ് ഇല്ലേരി ഗോവിന്ദ മാഷെ പോലുള്ള എഴുത്തുകാരെ പ്രാദേശിക ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്നത്. മേൽവിലാസം എന്ന് പറയുമ്പോൾ വീട്ടുപേരോ സ്വന്തം പേരോ കത്തെഴുതിയാൽ കിട്ടുന്ന മേൽവിലാസമല്ല. ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കാതെ പോയ, നാം പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോയ ജീവിതങ്ങളെ മുഖ്യധാരയിലേക്ക് അടയാളപ്പെടുത്താനുള്ള വലിയ ശ്രമമാണ് പ്രാദേശിക ചരിത്ര രചനയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ചരിത്ര രചനയുടെ ലോക ഭൂപടവും ഇന്ത്യൻ ഭാഷയിലെ പ്രാദേശിക ചരിത്രങ്ങൾ ഏത് കാലത്ത് ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ പ്രാദേശിക ചരിത്രങ്ങൾ രൂപാന്തരപ്പെട്ട കാലത്തെക്കുറിച്ചൊക്കെ തന്നെ ആധുനികയായ ഡോക്ടർ KK ഗ്രൂപ്പ് മാഷ് സംസാരിച്ചതായി ഞാൻ അനുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ സാധിക്കാതെ കൊണ്ടാണ് അനുമാനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏതർത്ഥത്തിലും ഇന്ത്യയിൽ പ്രാദേശിക ചരിത്രം രൂപാന്തരപ്പെടുന്നത് 12-ാം നൂറ്റാണ്ടിലെ കാശ്മീരിനെ കുറിച്ച് എഴുതിയ കൽഹണന്റെ ഒരു പുസ്തകത്തിലാണ്. രാജ തരങ്കിണി എന്ന് പറയുന്ന പുസ്തകത്തിൽ
പിന്നീട് പ്രാദേശിക ചരിത്ര മാതൃകയിലേക്ക് നമ്മുടെ വായനയിൽ ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം കൽഹണൻ 12ാം നൂറ്റാണ്ടിൽ എഴുതിയ രാജതരംഗിണി എന്ന പുസ്തകമായിരുന്നു. അതിനർത്ഥം ആ പുസ്തകത്തിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാക്കന്മാരോ പ്രഭുക്കളോ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനീയരായ ആളുകളെ കുറിച്ചാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾ, ഇവിടെ കച്ചവടം ചെയ്തിരിക്കുന്ന കുഞ്ഞക്കന്റെ പീടിക, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളെ കുറിച്ച്, നമ്മുടെ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച്, അല്ലെങ്കിൽ കുഞ്ഞാലിയോടിലെ ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ വലിയ വലിയ ആ സംഭാവനകൾ അർപ്പിക്കപ്പെട്ട ഒരാളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നത് അക്കാദമിക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാനോ കേൾക്കാനോ സാധിക്കില്ല. മറിച്ച് പ്രാദേശിക ചരിത്രം എഴുതുമ്പോഴാണ് എൻ്റെ അച്ചാച്ചൻ്റെ സംഭാവനയെ കുറിച്ച്, അമ്മുമ്മയുടെ പാട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രതിപാദിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ തിരസ്കൃതരായിരിക്കുന്ന സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരെഴുതപ്പെടുന്ന ചരിത്രങ്ങളിൽ നിന്ന്, ഉന്നതരെഴുതപ്പെടുന്ന വാക്കുകളിൽ നിന്ന്, ഉന്നതരായിരിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന്, ഉന്നത രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണഘടന അല്ലെങ്കിൽ നിർവാഹ മേഖലയിലെ ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ അപ്രത്യക്ഷരായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പ്രാദേശിക ചരിത്രത്തിൽ കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ പറയാറുണ്ട്, ചരിത്രം വിസ്മരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം വലിച്ചിരിക്കുന്ന ആളുകൾക്ക് ശബ്ദം നൽകുന്നതും ഇടം നൽകുന്നതും സാഹിത്യ കൃതികളാണ്. ലിറ്ററേച്ചർ ബിക്കംസ് their circles, literature becomes their voice, literature becomes their identity. അവർക്ക് കാർഡ് നൽകുന്നു, ഐഡന്റിറ്റി കാർഡ് നൽകുന്നു. അതെ, പ്രാദേശിക ചരിത്രകാരന്മാർ ഒട്ടേറെ ഇന്ന് ആ വീട്ടിൽ ഇന്നതൊക്കെ നടത്തിയിരിക്കുന്ന ഒരാളുടെ തെങ്ങുകയറ്റക്കാരനായ ഒരാളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സമൂഹത്തിന് നാം ഉന്നത സ്ത്രീഷരായിരിക്കുന്ന വലിയ വലിയ ശ്രേഷ്ഠരായ ആളുകൾ നൽകിയിരിക്കുന്ന സംഭാവനയെക്കാൾ ഒട്ടും ചെറുതല്ലാതെ ഒരു ചരിത്രം, ജീവചരിത്രം നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പ്രാദേശിക ചരിത്രമായിരിക്കുകയാണ്. ഇങ്ങനെ സാഹിത്യത്തിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിന്റെ പേരാണ്. അല്ലെങ്കിൽ വായിച്ചു നോക്കുന്ന മാഷോടുള്ള എൻ്റെ പ്രതിജ്ഞ ലഭിക്കുന്നു അറിയാൻ പറ്റില്ല. 1952 ആഫ്രിക്കയിൽ ജനങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ ചരിത്രകാരന്മാർ വലിയ അന്വേഷണം നടത്താതെ പോയത്. ആ സമയത്താണ് അമേരിക്കൻ എഴുത്തുകാരനായ റാൽഫ് എഡിസൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ 1952 ഒരു പുസ്തകം എഴുതി, ഇൻവിസിബിൾ മാൻ, കാണാതായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നോവലിലെ ആ നായകന് പേരില്ല. ആ നായകൻ അയാളെ കുറിച്ച് പറയാണ്, സർവകാലം വിസ്മരിക്കപ്പെട്ട, ആരാലും തിരിച്ചറിയപ്പെടാതെ, ആരാലും ഓർക്കാതെ, ഒരു ചർച്ചയിലും പരാമർശിക്കപ്പെടാതെ എന്റെ ജീവിതം മറ്റുള്ളവരാണ് രൂപാന്തരപ്പെടുത്തുന്നത്. ഇങ്ങനെ ലോകത്ത് തന്നെ തിരസ്കൃതരായ ആളുകളെ മുഖ്യധാരയിലേക്ക്, സമൂഹത്തിന്റെ വായനയിലേക്ക്, സർക്കിളിലേക്ക് കൊണ്ടുവരുന്ന വലിയ ശ്രമമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മലബാർ കലാപത്തെ കുറിച്ച്, നല്ല മാമാങ്കത്തെ കുറിച്ച്, കുഞ്ഞാലി മരക്കാരെ കുറിച്ച്, കോലത്തിരി രാജാവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആ രാജാവിന്റെ ചരിത്രവും മുന്നിൽ നിന്ന പടയാളികളുടെ ചരിത്രവും മാത്രമേ നമുക്കറിയാൻ കഴിയൂ. പക്ഷേ ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തിരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതം നമ്മൾ അറിയാതെ പോകുന്നു. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട, ആരാലും അറിയാതെപ്പെട്ട ധാരാളം ആൾക്കാർ ഈ കോൺട്രാക്ടറി മേഖലയിലെ ഏഴാമത്തെ ദേശത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നു. അതാണ് തിരസ്കൃതരുടെ ഖാതയാണ്, തിരസ്കരുടെ അടയാളമാണ് പ്രാദേശിക ചരിത്രങ്ങളിൽ. കോൺട്രാക്ടർ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് പലപ്പോഴും ഈ പ്രാദേശിക ചരിത്രകാരന്മാർ വിസ്മരിക്കപ്പെട്ടത്, ചരിത്ര അക്കാദമിക പണ്ഡിതന്മാർ വിസ്മരിക്കപ്പെട്ട മനുഷ്യരെ നമ്മുടെ സാഹിത്യത്തിലാണ് കാണുന്നത്. അങ്ങനെ ഇന്ത്യൻ സാഹിത്യത്തിൽ ഒരു സാധാരണക്കാരനായ ഒരാളെ കടന്നു വന്നത് കാളിദാസന്റെ മേഘദൂതിലായിരുന്നു. ആഷാഢസ്യ പ്രഥമ ദിവസേ മേഘമാസാരം വപ്രകീട പ്രേക്ഷണീയം ദർശനം എന്ന് പറഞ്ഞ സാധാരണക്കാരനായ ഒരാള് കഥാനായകനായി മാറുന്നത്. അതുവരെ രാജാക്കന്മാര്, ദേവന്മാര്, ദേവിമാര് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരാണ് സാഹിത്യത്തിന് കൂടുകൂട്ടിയത്. അവരെ കുറിച്ച് പരാമർശിക്കും. ആ മേഘദൂതിൽ നിന്നാണ് പേര് പോലും ഇല്ലാതിരിക്കുന്ന നായകൻ വരുന്നത്. ഇങ്ങനെ പേര് പോലും ഇല്ലാതെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, ശബ്ദമില്ലാതെ പോയ ജനതയുടെ ശബ്ദമായിട്ട് മാറുമ്പോഴാണ് പ്രാദേശിക ചരിത്രവും സാഹിത്യവും ജീവൽ സാഹിത്യമായിട്ട് മാറുന്നത്. ആ നിലയിൽ നമ്മൾ വീണ്ടും വായിക്കപ്പെടേണ്ട ശ്രേഷ്ഠമായ ഒരു ചരിത്ര ദൗത്യമാണ്. എന്തൊക്കെ വിമർശനങ്ങളെ
വാങ്ങിയാലും ജില്ലയിൽ ഗോവിന്ദന്മാർ ഏറാമലക്കാർക്കര ദേശപ്പെരുമയായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ആ പുസ്തകങ്ങൾ വീണ്ടും വായിക്കുകയും ഇനി പുസ്തകത്തിൻ്റെ കൂടെ ചേരേണ്ടതായിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ ഗ്രന്ഥകാരനുമായിട്ട് സംവദിച്ചുകൊണ്ട് ഇതിൻ്റെ അടുത്ത പതിപ്പ് വരുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള ആ സംരംഭം, ആ സ്നേഹം ഉണ്ടാകുന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വാക്കുകൾ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മതപ്രഭാഷകൻ വൈദികര അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പള്ളിയുടെ മുറ്റത്ത് എത്രയോ തവണ പോയിരിക്കുകയാണ്. കസേരയുടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണൻ്റെ മനസ്സിൽ തട്ടിയത് ഞാനിവിടെ അദ്ദേഹം ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടീനെ അടുത്ത് വിളിച്ചിട്ട് മുഹമ്മദ് നബിയുടെ ചരിത്രം ചോദിച്ചപ്പോൾ അയാളുടെ പഴയ തലമുറയുടെ 5-8 തലമുറയുടെ മുഴുവൻ ചരിത്രമായിട്ടാണ്. പിന്നീട് ആ കുട്ടിയോട് ഇയാൾ ചോദിച്ചത് എൻ്റെ ഉപ്പൂപ്പാൻ്റെ പേരല്ല, അതാ കുട്ടിക്കാരില്ല, ഉമ്മൂമ്മൻ്റെ പേരല്ല, അതാ കുട്ടിക്കാരില്ല. അപ്പോൾ മൊയ്ലിയാറെ വിളിച്ചിട്ട് പറഞ്ഞു, മൊയ്ലിയാറെ നിങ്ങൾ മുഹമ്മദ് നബീനെ കുറിച്ച് മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഓരോ കുടുംബത്തിൻ്റെ ചരിത്രത്തെയും നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. എന്നെ ഏറെ ആകർഷിച്ച ഒരു പ്രസംഗമായിരുന്നു. ഞാനിത് പറയുന്നത് നമുക്കൊക്കെ ചരിത്രമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഈ ശബ്ദം കേട്ടവർ പുറകോട്ട് തിരിച്ചാൽ നിങ്ങൾക്ക് എത്ര തലമുറയുടെ വരെ ചരിത്രം ഓർക്കേണ്ടാവും. 2 തലമുറക്ക് അപ്പുറം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കുള്ളൊരു ചരിത്രമാണ്, ഒരു ഭൂതകാലമുണ്ട്, പ്രഗത്ഭരുണ്ടാവാം അതിന്. പക്ഷെ അതൊന്നും നമ്മൾ ഓർക്കാറുമില്ല, ഓർക്കാൻ ശ്രമിക്കാറുമില്ല. ഇലരിഗോവിന്ദ മാഷ് നടത്തിയ ശ്രമം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെയും ഈ പ്രദേശത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ വളർത്തിയെടുത്തവരെയും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ശ്രമകരമായ ഒരു ദൗത്യം അദ്ദേഹം നടത്തി എന്നതാണ് എൻ്റെ വിശ്വാസം. അത് ചെറിയ പണിയല്ല, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വായിച്ച ഒരാൾ എന്നോട് ഈ പുസ്തകത്തിലുള്ള രചനാപരമായ ഒരു തെറ്റ് ചോദിക്കുകയാണ്. മറ്റാരും വരുന്നില്ല, MC ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പുറമേരിക്കടുത്ത് തണ്ണീർപ്പന്തലിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്ന ഏറെ പ്രായമുള്ള 92 വയസ്സ് കഴിഞ്ഞ ആളാണ്. അയാൾ എന്നോടൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അല്പം അടുത്ത ബന്ധവും എന്ന് പറഞ്ഞത് അവരെ ഈ ചെറിയ തെറ്റിട്ടുണ്ട്, അത് പോയെന്നാണ് ഞാൻ അത്ര പോയെന്ന മാഷെന്നൊന്നും പറയില്ല. ഞാനത് പോയത് മാഷ അറിയിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ പറയുന്നത് നമുക്കും വായിച്ചുകൊണ്ട് പറ്റാൻ തെറ്റ് വരാം. ആ പുസ്തകത്തെ ആ രൂപത്തിൽ കാണുമ്പോൾ മാത്രമേ അടുത്ത തലമുറയിലേക്ക് ശരിയായ ചരിത്രം എത്തിക്കാൻ കഴിയൂവെന്ന് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് പുസ്തകം വായിക്കുന്നത് ചരിത്രപരമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ അറിയിക്കണം, ഇല്ലെങ്കിൽ ആ തെറ്റ് തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രചനാത്മകമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിലെ തെറ്റുകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ചിലത് വിട്ടുപോയിട്ടുണ്ടാകും, നമ്മൾ ഓർമ്മിക്കാത്ത ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയതൊക്കെ കൂട്ടിച്ചേർക്കാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകലാണ് ഇത്തരം സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ പുസ്തക വായനയ്ക്ക് ശേഷം ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഗോവിന്ദ മാഷ് നടത്തിയ ശ്രമകരമായ ഈ ദൗത്യം ഈ നാടിനോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ചരിത്രം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ ചെയ്ത ഈ പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നൽകുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേദിയെ അലങ്കരിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിക്ക് സാക്ഷിയായി പ്രിയ സഹോദരി സഹോദരങ്ങൾ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തില്ലേരി ഗോവിന്ദൻ മാസ്റ്ററുടെ ദേശപ്പെരുമ അഥവാ ഏറാമലയുടെ ചരിത്രമണികൾ എന്ന ഈ 2ാം പതിപ്പിൻ്റെ പ്രകാശകർമ്മത്തിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ആശീർവാദങ്ങൾ ഇതിനുവേണ്ടി നിങ്ങളുടെ സാക്ഷിയാക്കി ഞാനിവിടെ അറിയിക്കുകയും ചെയ്യുന്നു. ഒന്നും ബോധിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല, കാരണം സദസ്സിനെ ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും. അതായത് ഏറാമലയുടെ ചരിത്ര വഴികൾ
അങ്ങനെ വരുമ്പോൾ അതൊരു ചരിത്ര വഴികൾ ഏതാമലയുടേതായിട്ട് മാത്രം നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ചരിത്രമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ 18ാം നൂറ്റാണ്ടിലെ കടത്തനാടിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഈ ഏറാമലയും 10-30 ദേശങ്ങളിൽ അംശങ്ങളിൽ, ദേശങ്ങളല്ല 10-30 അംശങ്ങളിൽ ഒരംശമായിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ദേശപ്പെരുമ ഏറാമലയുടേത് മാത്രമോ അല്ലെങ്കിൽ ഉജ്ജയത്തിൻ്റെത് മാത്രമോ അഴിയൂരിൻ്റെത് മാത്രമോ അതല്ലെങ്കിൽ ചോറിൻ്റെത് മാത്രമായിട്ട് ഒതുക്കാൻ കഴിയില്ല. അപ്പൊ നമുക്കിത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് കടത്തനാടിന്റെ ചരിത്രവും കൂടിയാണ്. കടത്തനാടിന്റെ ചരിത്രം ഞാൻ പറയാൻ കാരണം മലയാളക്കരെ ആകെ പെരുമ നേടാൻ കഴിഞ്ഞ നമ്മുടെ ആ കടത്തനാടിന്റെ പാരമ്പര്യം അത് വടക്കൻ വീരഗാഥകളിലൂടെ ഈ നാടിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വടക്കൻ കഥകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചത് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, അത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഈ നാടിന്റെ കാര്യങ്ങള് ചെറുതല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മാത്രമല്ല ഈ വടക്കൻ വീരഗാഥകളെ വടക്കൻ പാട്ടിലൂടെ വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് സന്ദർഭങ്ങളിൽ ഇപ്പൊ പാടിച്ച് കേൾപ്പിക്കാനായി സമയം കുറവായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കുറച്ച് വരികളൊക്കെ അതിന് മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഈ സന്ദർഭം അല്ലെങ്കിൽ ഈ സമയം അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു വാക്ക് വരുന്നു. അടുത്ത ഗോവിന്ദന്റെ സൃഷ്ടിക്ക് ചരിത്രം ഇവിടെ നിർത്തില്ല. എന്തായാലും ഗോവിന്ദൻ തുടരും. അതിനടുത്ത പ്രാവശ്യം അതാവാമെന്ന് വിനയപുരസ്സരം നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ 2 വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി. ഈ വേദിയിൽ ഈ ഡയാസിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ 2ാമത്തെ തവണയാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നത്. അതിന് കാരണം പിള്ളേരി ഗോവിന്ദൻ മണ്ഡലത്തിൽ എത്തുന്നത്. അതിലുപരിയായി ഇതിലൊന്നുമില്ല. പക്ഷെ ഞാൻ പഴയ ഓർക്കാട്ടിരിക്കാരനാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് പരമാവധി ടീച്ചറെ ഞാൻ കാണുന്നത്. എനിക്ക് വല്ലാതെ സന്തോഷപ്പെട്ടു. എൻ്റെ കൂടെ ജോലി ചെയ്ത പരമാവധി ടീച്ചർ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ ആളുകളെ കാണാൻ കഴിയുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട്, അന്ന് രക്ഷിതാക്കന്മാരായവരുണ്ട്, ഞാനുമായി ശണ്ട കൂടിയവർ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ പോസിറ്റീവായ ശണ്ട. ആളുകളുടെ പേരെടുത്ത് പറയുമ്പോൾ തിരിച്ചു വരുന്ന ശ്രീ ആർഗോപാലൻ, ഭാസ്കരൻ, ഇവരൊക്കെ ഞാനിവിടെ അധ്യാപകനായി വന്ന കാലത്ത് ഞാനൊരു ചെക്കനാണ്. 27ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ അധ്യാപകനായിട്ട്. ഞാനിവിടെ എന്തൊക്കെ ഒന്ന് ചെയ്തു കളയാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ എല്ലാ പ്രശ്നങ്ങളായി. അന്ന് ഓർക്കാട്ടി ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ചെമ്പ്രയം സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ ഒരലമ്പ് സ്കൂളായിരുന്നു. അന്ന് ഈ അലമ്പിൽ കാരണം പറഞ്ഞാൽ മാഷന്മാർ കുട്ടികൾ നമുക്കിതൊന്നും കഴിയുന്നില്ല. നമ്മളിതാണ് നന്നായി കളയാന്ന് വിചാരിച്ച് വന്നതെല്ലാം കൂടി പ്രശ്നമായി. ഞാനും എൻ്റെ കൂടെ ഒരു ജോലി മാറ്റുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു വർഗീയ നിലയപ്പോട്ട് ലോഡ്ജിലായിരുന്നു താമസം, വീട്ടിലായിരുന്നു താമസിച്ചത്. നിരന്തര അടി പട്ടിയൊക്കെ കൊണ്ട് തോടെ കുപ്പിയുണ്ട്. ഈ പരിപാടിയൊക്കെ ആയപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ ഈ ആർക്കോപാലെന്ന് അതുപോലെ ഇവരൊക്കെ അന്നത്തെ ഇവിടുത്തെ എല്ലാം അറിയാവുന്നവരും നിയന്ത്രിക്കുന്നവരുമാണ്. നമ്മൾ ഇവരോടൊക്കെ ഇങ്ങനെ സങ്കടമൊക്കെ പറയും. പക്ഷെ അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എന്ത് ഫൈറ്റ് ചെയ്തിട്ട് എന്നോട് നീ ഇവിടെ നന്നാക്കാൻ വന്നാണോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നന്നാക്കാനൊന്നും സാധിച്ചില്ല. പക്ഷെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി 4 കൊല്ലം ഞാനിവിടെ നിന്നിട്ടുള്ളൂ. ആ ബന്ധത്തിൻ്റെ ഊർമ്മതയിലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ വരുന്നത്. ഇത് എഴുതി കഴിഞ്ഞ് കോപ്പി എനിക്ക് ഗോവിന്ദമായിട്ട് എത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറ്റം പറഞ്ഞല്ലെങ്കിൽ ചില പിഴവുകളൊക്കെ സൂചിപ്പിച്ചവരുണ്ടായിരുന്നു മാറ്റി വന്നില്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ വലിയ ചരിത്രമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചപ്പോൾ ഇവിടുത്തെ സരസ്വതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിടെയെങ്കിലും ഹൈസ്കൂൾ തന്നെയാണ്.
അതിനെപ്പറ്റി നിങ്ങൾ വേണ്ടത്ര ഒരു ആഴത്തിൽ അതിൻ്റെ സ്ഥാപകരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പഠനം നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ക്രൂവായിരിക്കുമല്ലോ എന്തെങ്കിലും. അപ്പോൾ ഞാൻ ക്രൂ അങ്ങനെയല്ല, അന്നത്തെ ഒരു പ്രത്യേക ചുറ്റുപാടും കാര്യങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയും പിന്നീട് മാറിയത്. ഇപ്പോൾ കോഴിക്കോട് റവന്യൂ ജില്ലയിൽ തന്നെ വടകര വിദ്യാഭ്യാസ ജില്ലയിലാണ് നല്ല വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആ പഴയ സന്ദർഭങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം ഇതൊക്കെ ഓർമ്മയുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് വിവിധ ഭാഷകളുള്ളത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ മലപ്പുറത്ത് ഒരു പരിപാടിയുണ്ട്, പുറത്ത് കഴിയുമ്പോഴേക്കും ഒരു പരിപാടി കഴിഞ്ഞ് എങ്ങനെയാണ് ഇവിടെ 3 മണിക്ക് എത്തിപ്പെടുക എന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് 7 മണിക്ക് വീണ്ടും ദിവസമൊക്കെ പോകാനുണ്ട്. വലിയ ആളായതുകൊണ്ടല്ല, ചെറിയ ആളായതുകൊണ്ട് എന്നെ ഇങ്ങനെ പലതും പിടിച്ച് ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പാട് ഞാൻ പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഓർക്കാട്ടേരി ഗവൺമെൻറ് ഹൈസ്കൂൾ അല്ലെങ്കിൽ ചെമ്പ്രൻ സ്കൂളിൽ നിന്ന് 4 അധ്യാപകർക്ക് ദേശീയ അവാർഡ് കിട്ടി. അത് നിങ്ങൾ സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അതൊരു പ്രത്യേകതയാണ്. കേരളത്തിൽ ഒരു വിദ്യാലയത്തിൽ നിന്നും 4 അധ്യാപകർക്ക് ദേശീയ അവാർഡ് കിട്ടി. അവിടെ ഒരിക്കലെങ്കിലും വർക്ക് ചെയ്ത ഒരാൾ ദേശീയ ആദ്യം കിട്ടിയത് ഇപ്പം നടുവണ്ണൂർക്കാരനായ രമയ പറഞ്ഞതുപോലെ അച്യുതൻ മാഷ്, വോളിബോളിൻ്റെ അച്യുതൻ മാഷ് കുറച്ച് കാലം ഇവിടെ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം ദേശീയ അധ്യാപക അവാർഡ് ചെയ്തതാണ്. രണ്ടാമത് കിട്ടിയ എനിക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത് ഒരു ബാലകൃഷ്ണ മാഷ് കൊയിലാണ്ടിയിലായിരുന്നു. അദ്ദേഹം ഇവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. 4ാമത് നമ്മുടെ NK ഗോപാൽ മാഷ്. അപ്പോൾ 4 പേർക്ക് ദേശീയ അവാർഡ് വാങ്ങിക്കൊടുത്തൊരു വിദ്യാലയമാണിത്. അപ്പം അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്ഥാപകരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ എന്തൊക്കെയോ പ്രത്യേകത കൊണ്ടാണ്. ഇവരെ നമ്മളെ വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്യൊന്നും വേണ്ട, സ്ഥാപനത്തിൻ്റെ ഒരു മഹത്വമാണ്. ഇവിടെ ഈ കളരിയിൽ പയറ്റി പോയ ഒരാൾക്ക് കേരളത്തിലെ ഏത് വിദ്യാലയത്തിൽ പോയാലും രക്ഷപ്പെട്ടു വരാൻ പറ്റും. ഞാനൊക്കെ ഇങ്ങനെ പോയത് പിന്നെ 2001 ദേശീയ അധ്യാപക അവാർഡ് കിട്ടിയത് ഇവിടുന്ന് പോയതിന് ശേഷമാണ്. ഇവിടെ നല്ല കിട്ടിയത് അവിടെ നിന്നാണ്, നല്ലൂരിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ ഇവിടുന്ന് പയറ്റി പോയത് കൊണ്ട് കേരളത്തിൽ എവിടെ ചെന്നാലും വിഷമമില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം. അന്ന് ഫൈറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, ഇതിനിടയിലൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് സുഖാവുന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. അത്രയും നല്ല പ്രതികരണ ശേഷിയുള്ള കുട്ടികളുടെ അവർ വിശ്വസിച്ച കാര്യങ്ങൾ തന്നെ നടക്കുക. അപ്പം അതുകൊണ്ട് ഈ ചരിത്രം എഴുതുമ്പോൾ എല്ലാവർക്കും വരുന്ന രൂപത്തിൽ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ശരിയാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്രയും സ്വാതന്ത്ര്യം ഞാൻ ജില്ലയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ വേദിയിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല, ഞാൻ സദസ്സിലിരുന്ന് കേൾക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ ഇരിക്കണം പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഇത്രയും പറഞ്ഞു. ഏതായാലും ഒരു വലിയ സംഭവമാണ്. ആണെങ്കിൽ എന്ന് പറയുന്നതാണ് പേരാമ്പ്രയുമായി ബന്ധപ്പെട്ട് നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ദൂരേന്ന് കേട്ടിട്ടൊക്കെ ഉള്ളൂ. ഞാൻ നേരിട്ട് വരുന്നതിന് വലിയ ഒന്നുമില്ല. അദ്ദേഹത്തിന് എന്നെ അറിയാതെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടവരെ അറിയില്ല. ഏതായാലും ഇപ്പം അദ്ദേഹമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് കൂടുതൽ സന്തോഷം തോന്നി. ഏതായാലും വളരെ നല്ല സംരംഭം. ഈ പുസ്തകത്തിൻ്റെ 2ാമത്തെ പതിപ്പ് ഞാൻ വാങ്ങിക്കും. എൻ്റെ കൂടെയുള്ള അച്യുതൻ മാഷ് എന്ന് പറയുന്ന അദ്ദേഹം ദേശീയ അവാർഡ് ചെയ്തതാണ്. അദ്ദേഹവും കേരളത്തിൽ മൊത്തം ഓടി നടക്കുന്ന വോളിബോൾ വർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനും ആ ബുക്ക് അവിടെ എത്തിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം എനിക്ക് വന്നപ്പോൾ പഴയ ആളുകളെ കണ്ടതും ഇത്രയും വലിയ ആളുകളുടെ കൂടെ ഇരിക്കാൻ കഴിയും. വളരെ സന്തോഷം. ഇന്ന് ഗോവിന്ദൻ മാഷക്ക് ഇനിയും കുറേ കാര്യം ചെയ്യാൻ കഴിയട്ടെ. അന്നേ ഗോവിന്ദൻ മാഷെ കാണുമ്പോൾ ഞാൻ അല്പം അസൂയോട് കൂടിയൊക്കെയാണ് നോക്കി കണ്ടിരുന്നത്. സത്യം പറഞ്ഞത് അസൂയ കൃഷിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അതിപ്പോഴും അത്യാവശ്യമൊക്കെ ഉണ്ട്. അദ്ദേഹത്തോട് അങ്ങനെ തന്നെയാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹം ഇപ്പോൾ എങ്ങനെ എഴുതുന്നത് എനിക്കൊന്നും എഴുതാം. എന്നോടൊക്കെ തന്നെ പറയും നിങ്ങളൊക്കെ കുറേ എഴുതണം, നിങ്ങൾ കുറേ അനുഭവങ്ങളില്ലാതെ എനിക്കൊന്നും ഇല്ലാന്ന് തോന്നി ഇദ്ദേഹത്തെ പറയാൻ കഴിയണം. കുറച്ചൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങിയിരുന്നു. പിന്നെ എനിക്ക് അത് വേണ്ട ഗോവിന്ദ മാഷുകളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ സന്തോഷം പങ്കുവെക്കുന്നു. ഈ അവസരം തന്നതിന് നന്ദി. ഔപചാരികമായി ഇവിടെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ അതിലേറെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഏറ്റവും സന്തോഷം പത്മാവതി ടീച്ചർ നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ. പുസ്തകം 2ാം പതിപ്പായിട്ട് നൽകുകയാണ്. ദേശപെരുമ എന്ന പുസ്തകം 1ാം പതിപ്പ് 2500 കോപ്പിയോളം അടിച്ച് പ്രദർശിച്ചു കഴിഞ്ഞു. വീണ്ടും 2ാമത് പല വിട്ടുപോയ കാര്യങ്ങളും കൂട്ടിച്ചേർന്നൊക്കെ ഉണ്ട് എന്നാണ് വളരെ കണ്ടിട്ടില്ല. ഏതായാലും ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും റഫറൻസുകളും ഒക്കെ വേണ്ടിവരും. ഒരുപാട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ദേശപെരുമ എന്ന പുസ്തകം പുറത്തിറങ്ങി. അങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടാവും. പക്ഷേ എല്ലാം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പല പുസ്തകം ഇറങ്ങിയ ശേഷമാണ് മലയാളികൾ
മാഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് വിമർശനമുണ്ട്, ക്രിയാത്മകമായ വിമർശനമുണ്ട്. ഒരു ജനാധിപത്യത്തിൽ വിമർശനം നല്ലതാണ്. നല്ലൊരു പ്രതിപക്ഷമാണെങ്കിൽ ഭരണം ഗംഭീരമായിരിക്കും. അതുകൊണ്ട് വിമർശനം നമ്മൾ ഏറ്റെടുക്കണം. കാരണം പുസ്തകം എഴുതിയതുകൊണ്ടാണ് വിമർശനം. പുസ്തകം എഴുതിയിട്ട് വിമർശനം ഉണ്ടാവില്ല. പുസ്തകം എഴുതി വിമർശനമുണ്ട്. ഏതാണ്ട് ഈ പുസ്തകം നമുക്ക് നമ്മുടെ ഭാവിയിലുള്ള കുട്ടികൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കുമെന്ന് സൂചിപ്പിക്കുക. ഞാനൊരു കാർത്തികപ്പള്ളിക്കാരനാണ്. കാർത്തികപ്പള്ളിയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാർത്തികപ്പള്ളി എന്ന് പറയുന്ന പ്രത്യേക ഒരു ഏരിയ തന്നെയാണ്. പണ്ട് പണ്ടേ കാർത്തികപ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചായത്ത്, കാർത്തികപ്പള്ളി പഞ്ചായത്തുണ്ടായിരുന്നു. ആ തിരുവന ഭാഗം, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഭാഗം തിരുവന ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ കാർത്തികപ്പള്ളി. വില്ലാപ്പള്ളിക്ക് ഇപ്പോൾ പറഞ്ഞല്ല കാർത്തികപ്പള്ളി. കാരണം തോൾത്തറക്കൽ പുഴയുണ്ട്. 2 മാസം 3 മാസം അവിടെ തോൾത്തറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് തോണി അപ്പുറം ഇപ്പുറം കടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് വേണ്ടത്ര ഗോവിന്ദ ഭാഷ പരിഗണിച്ചിട്ടില്ല. ആ 2.5 മാസത്തെ തോണി. ഇപ്പോ റോഡ് വന്നു, അത് നമ്മളായിരിക്കാം. ഏതായാലും അങ്ങനെ ഞാൻ സ്കൂളൊക്കെ പോകുമ്പോൾ ഈ തോണിയിലാണ് സ്ഥിരമായി പോകാറ്. അല്ലാണ്ട് ഇങ്ങോട്ട് ഉറപ്പായിട്ട് വരാറില്ല. കാരണം അങ്ങനെ വെള്ളക്കാരെ ആരും പുറത്തേക്ക് വിടാറില്ല. അപ്പൊ തോട്ടത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുക. ഈ പുസ്തകം വാങ്ങിയതിന് ശേഷം ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം മാഷത്തേക്ക് അന്ന് പഠിച്ചിട്ടുണ്ട്. കാർത്തികപ്പള്ളിയിൽ KM കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നു. മാഷം പഠിക്കുന്നത് 16 വർഷം മെമ്പറായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് KM കൃഷ്ണൻ ഒന്ന് ഒളിച്ചു പോയിട്ടല്ലാതെ അദ്ദേഹത്തിന്റെ വേണ്ടത്ര കാര്യങ്ങളും 16 വർഷം മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും അത്ര വിശദമായി അത് കാണാതെ കൊണ്ട് ഞാൻ ഗോവിന്ദ മാഷ് ശ്രദ്ധയപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് പുസ്തകം ഓടുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇളമോളിയാണ്, 9ാം വാർഡില്. ഇളമോളി എന്ന് പറയുന്നത് നാമധേയത്തിന്റെ പേരിൽ മാറ്റമുണ്ടായിട്ടുള്ളത്. അവിടെ ഒരു പറമ്പ്, ഒരു വീട് ഇളമോളി എന്ന പേരിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതുന്നത്. ഞാനത് അന്വേഷിച്ച് ഇതുവരെയൊക്കെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അതേതാണ് ഇളമോളി പറമ്പ്, അല്ലെ ഇളമോളി ഈവോളി ഉണ്ട്, ഇളമോളി പറമ്പ് അല്ലെങ്കിൽ ഇളമോളി വീട് ഏതാ, ചിലപ്പോ പരിവർത്തനം ഒന്നായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ആ പുസ്തകം ഞാൻ വായിച്ചു. ഏതായാലും അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. ചരിത്രം പഠിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ ബിരുദമെടുത്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികളെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങൾ റഫർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, അതിൽ എഴുതാൻ സഹായിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളുടെ സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഞാൻ എന്റെ പ്രദേശമായി ടച്ച് ചെയ്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ SK പൊറ്റക്കാട് എന്ന് പറയുന്ന, ഇതിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, SK പൊറ്റക്കാട്. അതിലാണ് ഈ പാടത്ത് ഒരു ദേശത്തിന്റെ കഥ അദ്ദേഹം എഴുതിയിരുന്നു. അതിൽ സന്മാർഗവും അസന്മാർഗവുമായ വിഷയങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അപ്പൊ അന്ന് നടന്ന ഒരുപാട് കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന അസന്മാർഗീയ പ്രവർത്തനമൊക്കെ അദ്ദേഹം എഴുതിയിരുന്നു ആ ദേശത്തിന്റെ കഥയിൽ. ദേശത്തിന്റെ കഥ എഴുതിയതിനു ശേഷമാണ് SK പൊറ്റക്കാട് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. മറ്റു രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയതും യാത്രാ വിവരണങ്ങൾ എഴുതിയ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചൊക്കെ. പിന്നീട് യാത്രാ സാഹിത്യകാരൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അത് ഈ അദ്രാണിപ്പാടത്തെ സംഭവങ്ങളൊക്കെ എഴുതിയതിനു ശേഷം പുസ്തകം ഇറങ്ങിയ ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് അത് പറയാനുള്ളത്, ഇപ്പോ ഏറാമലയുടെ ചരിത്രം ഗോവിന്ദ മാഷ് എഴുതിയ ഇതിലും അപ്പുറത്തേക്ക് വിപുലമായ മേഖലയിലേക്ക് ഗോവിന്ദ മാഷ് കടക്കണം. എന്നാൽ നമ്മുടെ നാടിന് അതൊരു നന്മയായിരിക്കും, ഒരു നേട്ടമായിരിക്കും എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. ഏതായാലും ഈ പുസ്തകം വളരെ ഉപകാരപ്രദമാണ്. 2ാം ഘട്ടത്തിലുള്ള പുസ്തകം എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നുമില്ല. എന്നാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടുകയാണ്. ഒന്ന്, അധ്യക്ഷൻ രാജമാഷ് പറഞ്ഞു 2050 ഈ പുസ്തകം ഉണ്ടാകാൻ ഡിജിറ്റലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2050 അനുനിമിഷം നമ്മുടെ രാജ്യം ടെക്നിക്കലായി സാങ്കേതിക വിദ്യയിലേക്ക് ഇങ്ങനെ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2050 അതിന് മുമ്പേ തന്നെ ഇതൊക്കെ മാറ്റപ്പെടും. എന്തായാലും 2040 ആവുമ്പോഴത്തേക്ക് രാജ്യം വികസിത രാജ്യമായി മാറും എന്ന് ഭരണകർത്താക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ വേറൊരു വിമർശനം വന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 2014 മെയ്യിലാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 2014 മെയ്യിൽ മാസത്തിലല്ല സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ഞാൻ അതിനെ നിഷേധിക്കുകയാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തക പ്രകാശനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജില്ലയുടെ വാക്കുകളെ
കഴിഞ്ഞ 20/12/2025 ഇന്റർനാഷണലായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് വിത്ത് ഓൾ ദി ഒപ്പീനിയൻസ് ഓഫ് ദി റിട്ടയർഡ് പ്രിൻസിപ്പൽസ്. അത് ദേശപെരുമാൻ പറഞ്ഞത് കേരളവരെ മാത്രം ഒതുങ്ങുന്നതല്ല. അദ്ദേഹത്തിനോട് നമ്മുടെ പ്രോഗ്രാം യൂട്യൂബിൽ ഗോവിന്ദന്മാരുടെ പ്രസംഗം ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും വളരെ കാണാം. ഇപ്പം ഞാൻ രണ്ടാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാള ഭാഷയെ പറ്റി എനിക്ക് പ്രസംഗിക്കാമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ചെറിയൊരു പാട്ട് പാടാൻ നിങ്ങൾക്ക് സഹിക്കുമോ എങ്കിലും പാടാം. മാനസികമായിട്ടൊരു പ്രയാസപ്പെട്ടാണ് ആ ശൈലി എടുക്കാറുള്ളത്. ശ്രമിക്കുന്നു ഒരു വാക്ക് പറയാതിരുന്നത് ശരിയല്ലാതെ വിചാരിച്ചു. ഇല്ലെങ്കിൽ ഗോവിന്ദ മാഷയുടെ ദേശപെരുമാറുന്ന പുസ്തകത്തിന്റെ രണ്ടാം പുസ്തക പ്രകാശനത്തിന് എല്ലാവരും ആശംസകളും ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ പി കെ രാജമാസ്റ്ററാണ്. വേദിയിലുള്ള ആദരണീയരായ ബഹുമാന്യരായ വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓർക്കാട്ടേരി പഞ്ചായത്ത് ഓർക്കാട്ടി പ്രദേശം മുഴുവൻ ആഘോഷിച്ച ഒരു പുസ്തക പ്രകാശനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഒരു വേള കൂടിയാണിത്. നമുക്ക് അറിയാം, അന്ന് ഈ പ്രദേശത്ത് ഒരു അടുത്ത കാലത്തൊന്നും നടക്കാത്ത തരത്തിൽ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ തന്നെ അത്തരത്തിലൊരു പരിപാടി, ഒരു പുസ്തക പ്രകാശനം എന്നുള്ള നിലയ്ക്ക് നടന്നിരുന്നു എന്ന് നമ്മൾ ഓർമ്മയിലില്ല. അത്രയും പ്രൗഢമായ ഒരു പരിപാടിയായിരുന്നു അന്ന് നടന്നത്. ആ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്യപ്പെടുന്ന ഇന്ന് അതിനോട്
നടത്താൻ കഴിഞ്ഞു. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ആ പരിപാടി വിജയിപ്പിച്ച നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടാണ് ആ പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത്. ഈ ചടങ്ങിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ പലരും ഇവിടെ പരാമർശിച്ചതുപോലെ ആദ്യത്തെ പുസ്തകത്തിൽ കടന്നുകൂടിയ ന്യൂനതകൾ പരിഹരിക്കുക, വിട്ടുപോയ ഭാഗങ്ങൾ ചേർക്കുക, ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് പൊതു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്ന ഒക്കെയാണ് രണ്ടാം പതിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തിരുവരി ഗോവിന്ദൻ മാഷ് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുള്ള പുസ്തകം രണ്ടാം പതിപ്പ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാം പതിപ്പിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് നിങ്ങൾക്കും പുസ്തകം വായിക്കുമ്പോൾ ബോധ്യപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് അധ്യക്ഷത വഹിച്ച നാളികേര ബോർഡ് ചെയർമാൻ ശ്രീ ടി കെ രാജൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ശ്രീ വി കെ സന്തോഷ് കുമാർ, അദ്ദേഹം സംഘടന ചെയർമാൻ കൂടിയ ശ്രീ സന്തോഷ് കുമാറിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ മനേന്ദ്ര ചന്ദ്രൻ, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ പുസ്തകം പ്രസാദനം ചെയ്തതുകൊണ്ടും നമ്മുടെ പ്രദേശത്തെ ഈ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്യാൻ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്രയും യോഗ്യനായ വ്യക്തിയുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അത്രയും കാലം ചരിത്രത്തോട് ചേർന്ന് ചരിത്ര പുസ്തകങ്ങൾ എഴുതുകയും ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുകയും ചെയ്ത ശ്രീ ഡോക്ടർ കെ കെ കുറുപ്പ് അവர்களാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ കെ കെ രമ അവர்களാണ്. ശ്രീ കെ കെ രമയെയും നന്ദി അറിയിക്കുന്നു. ശ്രീ കെ കെ കുറുപ്പിന് ആദരം നൽകിയ ശ്രീ എം കെ കുഞ്ഞിരാം മാസ്റ്റർ, ആദ്യ വിൽപ്പന നടത്തിയ ടി കെ രാജൻ മാസ്റ്റർ, എം കെ ഭാസ്കരൻ, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ കുഞ്ഞപ്പ നമ്പ്യാർ, പുസ്തക പരിചയം നടത്തിയ ശ്രീ കണ്ണോത്ത് കൃഷ്ണൻ, മുഖ്യ പ്രഭാഷണവും നടത്തിയ ഗ്രന്ഥകാരനെ കുറിച്ചും ഗ്രന്ഥത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും സംസാരിച്ച ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, മുഖ്യ അതിഥികളായി ആശംസകൾ അർപ്പിച്ച ശ്രീ എം കെ ഭാസ്കരൻ, ശ്രീ ആർ ഗോപാലൻ, ശ്രീ പരമത്ത് പ്രഭാകരൻ, ആശംസ അർപ്പിച്ച് സംസാരിച്ച ശ്രീ എ പി ദാമോദരൻ മാസ്റ്റർ, GN പ്രഭാകരൻ മാസ്റ്റർ, TN കെ ശശീന്ദ്രൻ, ബാലചന്ദ്രൻ പാറച്ചോട്, ശ്രീ ടി കെ വാസു മാസ്റ്റർ, ശ്രീ എം കെ കുഞ്ഞിരാമൻ, കൂടാതെ ശ്രീ ഈ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മലയാള ഭാഷയെ കുറിച്ച് വളരെ മനോഹരമായി നമുക്ക് പരിചയമായ ഒരു ഗാനം ഇവിടെ ആലപിച്ച ശ്രീ ബാലകൃഷ്ണൻ സർ, എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.